സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി കംപ്ലീറ്റ്ലി പഠിക്കുന്ന യൂട്യൂബ് വീഡിയോ സീരീസിന്റെ 51ാമത്തെ എപ്പിസോഡിലേക്ക് ഓപ്ഷൻസിനെ പറ്റി പഠിക്കുന്ന മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴത്തെ പോലെയും മുഴുവൻ സീരീസിനെയും ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാ വീഡിയോയും കാണുക, നന്നായി തന്നെ പഠിക്കുക, നമുക്ക് ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം, ഒരുമിച്ച് ഗ്രോ ചെയ്യാം. അപ്പോൾ ഓപ്ഷൻസിനെ പറ്റി നമ്മൾ അതിശക്തമായിട്ട് മുന്നിലേക്കും പഠിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ഇടയിൽ ഓപ്ഷൻസ് കാണുന്നവർ വളരെ കുറവാണെങ്കിലും നിങ്ങളുടെ റിക്വസ്റ്റ് അതിലും ശക്തമായിരുന്നു. കുറേ അധികം ആൾക്കാരാണ് മെസ്സേജ് ചെയ്തുകൊണ്ട് പറയുന്നത് ഓപ്ഷൻസിനെ പറ്റി കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള വീഡിയോസ് മുന്നിലേക്കും ചെയ്യണമെന്ന്. എനിക്കറിയാം നമ്മൾ റെഗുലർ ആയിട്ടല്ല ഓപ്ഷൻസിന്റെ വീഡിയോ ചെയ്യുന്നത്, എന്നാലും ഒരു ഗ്യാപ്പ് വിട്ടിട്ടാണെങ്കിലും വളരെ നന്നായിട്ട് തന്നെ മുന്നിലേക്ക് ഇൻ ഡെപ്ത് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യുക തന്നെ ചെയ്യും. പലപ്പോഴും നിങ്ങൾ പറയാറുള്ള കാര്യമാണ്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എല്ലാം പുറത്ത് പെയ്ഡ് ക്ലാസ്സസിൽ പോയാൽ മാത്രമേ കിട്ടാറുള്ളൂ എന്ന് നിങ്ങൾ പറയാറുണ്ട്. എന്നാൽ ഇവിടെ ഒരു കാര്യം എനിക്ക് ഉറപ്പ് തരാൻ പറ്റുന്നത്, പലപ്പോഴും പല പെയ്ഡ് ക്ലാസ്സസിൽ പോലും കിട്ടാത്ത അത്ര വാല്യൂ ആയിരിക്കും ഇനി അങ്ങോട്ടുള്ള ഓപ്ഷൻസിന്റെ ഇൻഡെപ്ത് ക്ലാസ്സസിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുക. അത്ര ഇൻഡെപ്ത് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മുന്നിലേക്ക് പോകുമ്പോൾ ഓപ്ഷൻസിനെ പറ്റിയുള്ള ബേസിക് കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, കാണാത്തവർക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ മുന്നിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡൗട്ട് എന്ന് പറയുന്നത് ഓപ്ഷൻ പ്രീമിയം എന്താണെന്ന് നമുക്കറിയാം. എന്നാൽ ഈ പ്രീമിയം എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്? ഓപ്ഷൻ പ്രീമിയത്തിലുള്ള വില വ്യത്യാസങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ആ വിലയെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ശരിയല്ലേ? ഇത് നമ്മൾ നേരത്തെയുള്ള വീഡിയോസിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഓപ്ഷൻ പ്രീമിയത്തിന്റെ വിലയെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സിനെയാണ് ഓപ്ഷൻ ഗ്രീക്സ് എന്ന് വിളിക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അന്ന് മുതലേ ഓപ്ഷൻ ഗ്രീക്സ് എന്താണെന്നും അത് എങ്ങനെയാണ് ഓപ്ഷന്റെ പ്രീമിയത്തിന്റെ വിലയെ കൺട്രോൾ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടായി. അപ്പോൾ ആ ഒരു സെഗ്മെന്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എന്താണ് ഓപ്ഷൻ ഗ്രീക്സ് എന്ന് നമ്മൾ വിശദമായി പഠിക്കാൻ പോവുകയാണ്. അതിനുശേഷം അതിന് കീഴിൽ വരുന്ന ഓരോ ഫാക്ടറിനെയും എടുത്തു വെച്ചുകൊണ്ട് ഓരോ സ്പെസിഫിക് വീഡിയോ ചെയ്തുകൊണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ചും തന്നെ കാണുക. എന്താണ് ഓപ്ഷൻ ഗ്രീക്സ് എന്ന് മനസ്സിലാക്കാനും അതിനുശേഷം ഒരു ഓപ്ഷൻ ഗ്രീക്ക് ആയ ഓപ്ഷൻ ഡെൽറ്റയെ പറ്റി വിശദമായിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതുകൂടി മനസ്സിലാക്കാനായിട്ട് ദ നെയിം ഈസ് ഷാരിഖ് ശംസുദ്ദീൻ. വെൽക്കം ടു ഫൺഫോളിയോ. അപ്പോൾ എന്താണ് ഓപ്ഷൻ ഗ്രീക്സ് എന്നും ഓപ്ഷൻ ഗ്രീക്കിൽ തന്നെ ഒരു ഗ്രീക്കായ ഡെൽറ്റ എന്താണെന്നും പഠിക്കാൻ പോകുന്ന ഈ ഒരു പ്രസന്റേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യത്തെ സ്ലൈഡിൽ നമുക്ക് എന്താണ് ഓപ്ഷൻ ഗ്രീക്സ് എന്ന് മനസ്സിലാക്കാം. നമ്മൾ ഓൾറെഡി പല വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതായത് ഓപ്ഷന്റെ കേസിൽ ഓപ്ഷന്റെ പ്രീമിയത്തിലുള്ള വില വ്യത്യാസങ്ങളെ കൺട്രോൾ ചെയ്യുന്ന പല ഫാക്ടേഴ്സ് അവൈലബിൾ ആണ്. അല്ലാതെ അത് ഒന്നോ രണ്ടോ ഫാക്ടേഴ്സിൽ മാത്രം ഡിപ്പെൻഡന്റ് അല്ല, മൾട്ടിപ്പിൾ ഫാക്ടേഴ്സിൽ ഡിപ്പെൻഡന്റ് ആണ്. അപ്പോൾ ഈ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഓപ്ഷൻ ഗ്രീക്സ് എന്നുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഗ്രീക്സിനെ പറ്റി പറയുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻ ഗ്രീക്സ് അവൈലബിൾ ആണ് ഓപ്ഷന്റെ പ്രീമിയത്തിന്റെ വിലയെ കൺട്രോൾ ചെയ്യാനായിട്ട്. എന്നാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും മേജർ 4 ഓപ്ഷൻ ഗ്രീക്സ് ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിന്റെ പേരുകൾ പറയുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും സ്കൂളിൽ മാത്സ് ഒക്കെ പഠിച്ചപ്പോൾ കേട്ടിട്ടുള്ള ഗ്രീക്ക് ടേംസ് തന്നെയാണ്. അതായത് ഡെൽറ്റ, ഗാമ, വീഗ, തീറ്റ. ഇത് 4 വളരെ മേജർ ആയിട്ടുള്ള ഓപ്ഷൻ ഗ്രീക്സ് ആണ്. അപ്പോൾ ഇവിടെ പെട്ടെന്ന് ഇവ ഓരോന്നും എന്താണ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഡെൽറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ ഗ്രീക്ക് ഇത് മെഷർ ചെയ്യുന്നത് ഒരു ഓപ്ഷൻ പ്രീമിയത്തിന്റെ പുറത്ത് അതിന്റെ അണ്ടർലൈയിങ് അസറ്റിന്റെ പ്രൈസിനുള്ള ഇമ്പാക്ട് ആണ്. കണ്ടോ, ഡെൽറ്റ is an option Greek which measures impact of change in the price of underlying on the option premium. ഒന്നുകൂടി പറയുകയാണ്, ഇതൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുകയാണെങ്കിൽ താഴോട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ഡെൽറ്റ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ഓപ്ഷന്റെ അണ്ടർലൈയിങ് അസറ്റിന്റെ പ്രൈസ് മൂവ്മെന്റിന് അതിന്റെ ഓപ്ഷൻ പ്രീമിയത്തിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഗാമയിലേക്ക് നോക്കുകയാണെങ്കിൽ ഗാമ മെഷേഴ്സ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡെൽറ്റ. ഇത് കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇവിടെ ഒരു ഡൗട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിന്റെ വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വ്യക്തമായിട്ട് മനസ്സിലാകും. അടുത്തത് വീഗയാണ്. വീഗ മെഷേഴ്സ് ഇമ്പാക്ട് ഓഫ് ചേഞ്ച് ഇൻ വോളറ്റൈലിറ്റി. അതായത് ഒരു ഓപ്ഷന്റെ അണ്ടർലൈയിങ് അസറ്റിലുള്ള വോളറ്റൈലിറ്റി എത്രമാത്രം ആ ഒരു ഓപ്ഷന്റെ പ്രീമിയത്തിനെ കൺട്രോൾ ചെയ്യുന്നോ, എത്രമാത്രം ഇമ്പാക്ട് ഉണ്ടാകുമോ, അതാണ് വീഗ എന്ന ഓപ്ഷൻ ഗ്രീക്ക് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തീറ്റ എന്ന ഓപ്ഷൻ ഗ്രീക്ക് ഇത് കുറെ ഫേമസ് ആണ്, പലരും കമന്റിൽ ഓൾറെഡി ചോദിച്ച കാര്യമാണ്. ടൈം ഡീകെ എന്നൊക്കെ പലരും ചോദിക്കുകയുണ്ടായി. അതെല്ലാം തീറ്റയിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ തീറ്റ മെഷർ ചെയ്യുന്നത് ഒരു ഓപ്ഷന്റെ കേസിൽ എക്സ്പയറിയിലേക്ക് എത്ര സമയം ബാക്കി ഉണ്ട് എന്ന് നോക്കിയിട്ട് ആ ബാക്കിയുള്ള സമയത്തിന് ആ ഓപ്ഷൻ പ്രീമിയത്തിന്റെ പുറത്തുള്ള എഫക്റ്റിനെയാണ് തീറ്റ മെഷർ ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ പോയിന്റ് എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡെൽറ്റയെ എടുത്തുകൊണ്ട് വളരെ വിശദമായിട്ട് ഡെൽറ്റ എന്താണെന്നും ഡെൽറ്റയ്ക്ക് എന്ത് ഇമ്പാക്ട് ഉണ്ടെന്നും ഡെൽറ്റ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കാമെന്നും നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മുന്നിലേക്ക് പോകുമ്പോൾ ഇതിലെ ഓരോ ഓപ്ഷൻ ഗ്രീക്കിനെയും എടുത്തുകൊണ്ട് ഒരു ഡെഡിക്കേറ്റഡ് സ്പെസിഫിക് വീഡിയോ ചെയ്തിട്ട് നമുക്ക് വളരെ വിശദമായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡെൽറ്റ എന്താണെന്ന് പഠിക്കാം. അപ്പോൾ ഡെൽറ്റ നമ്മൾ ഓൾറെഡി കണ്ടതാണ്, ചെറിയൊരു അണ്ടർസ്റ്റാൻഡിംഗ് നമുക്കുണ്ട്, ഇവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്. ദ ഡെൽറ്റ മെഷേഴ്സ്
ഹൗ ആൻ ഓപ്ഷൻസ് വാല്യൂ ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ദ ചേഞ്ച് ഇൻ ദ അണ്ടർലൈങ് അസെറ്റ്. അതായത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് എക്സാമ്പിൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ഇവിടെ നിഫ്റ്റി 9200 നിന്ന് 9300 മൂവ് ചെയ്യുമെന്നൊരു എക്സ്പെക്ടേഷൻ നമുക്ക് ഉണ്ടെങ്കിൽ അത്രയും ഒരു മൂവ് നിഫ്റ്റി എന്ന അണ്ടർലൈങ് അസെറ്റിൽ നടക്കുകയാണെങ്കിൽ ഒരു നിഫ്റ്റിയുടെ ഓപ്ഷന്റെ പ്രീമിയത്തിൽ എത്ര ചേഞ്ച് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അത് നമ്മളെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഫാക്ടറിനെയാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഒന്നുകൂടി ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ അണ്ടർലൈങ് അസെറ്റിന്റെ പ്രൈസ് ഒരു 5, 10, 100 പോയിന്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഓപ്ഷൻ പ്രീമിയം എത്ര പോയിന്റ് മൂവ് ചെയ്യും എന്ന് നമ്മളെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഓപ്ഷൻ ഗ്രീക്കിനെയാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു കോട്ട്സിൽ എഴുതിയിരിക്കുന്ന കാര്യം വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് എന്താണെന്ന് മനസ്സിലാക്കും. അതായത് ബൈ ഹൗ മെനി പോയിന്റ്സ് വിൽ ദ ഓപ്ഷൻ പ്രീമിയം ചേഞ്ച് ഫോർ എവറി 1 പോയിന്റ് ചേഞ്ച് ഇൻ ദ അണ്ടർലൈങ്. മനസ്സിലായോ? അതായത് അണ്ടർലൈങ് അസറ്റിന്റെ പ്രൈസ് ഒരു പോയിന്റ് കയറുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പോയിന്റ് താഴോട്ട് പോവുകയാണെങ്കിൽ പ്രീമിയത്തിന്റെ പ്രൈസ് എത്ര നീങ്ങാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ അറിയേണ്ട ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ലേ. അതായത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, പലപ്പോഴും ഓപ്ഷൻസിന്റെ കേസിൽ നമ്മൾ ചെയ്യുന്നത് ഓപ്ഷന്റെ പ്രീമിയത്തിൽ നമ്മൾ ട്രേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രൊഡിക്ഷൻ ഉണ്ട്, നിഫ്റ്റി ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ പോകുമെന്ന് നമ്മുടെ കയ്യിൽ ഒരു പ്രൊഡിക്ഷൻ ഉണ്ട്. അപ്പോൾ ആ പ്രൊഡിക്ഷൻ ബേസ് ചെയ്തുകൊണ്ട് ഏത് ഓപ്ഷൻ സ്ട്രൈക്ക് സെലക്ട് ചെയ്യണമെന്നുള്ളതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഡെൽറ്റ സഹായിക്കുന്നതാണ്. അങ്ങനെ ഡെൽറ്റ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു വെക്കാൻ പറ്റും. നിഫ്റ്റി ഇത്ര മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ പ്രീമിയം ഇന്നത്തെ ദിവസം ഇത്ര മൂവ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ പ്രോബ്ലി ഈ വീഡിയോ കാണുന്നതിന് മുൻപ് ഇതുവരെ നിങ്ങൾ ബ്ലൈൻഡ്ലി ആയിരിക്കും ഓപ്ഷൻ പ്രീമിയത്തിലേക്ക് നോക്കിയിട്ടുണ്ടാകുക. എന്നാൽ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആളായി മാറും. നിങ്ങൾക്ക് തന്നെ ഓപ്ഷൻ പ്രീമിയത്തിലേക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും, ഇന്ന് ഓപ്ഷൻ പ്രീമിയം ഇത്ര നീങ്ങാൻ സാധ്യതയുണ്ട്, നിഫ്റ്റി ഇത്ര നീങ്ങുകയാണെങ്കിൽ. അത്ര ശക്തമായിട്ടുള്ള ഒരു ടൂളാണ് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓപ്ഷൻ ചെയിനിലേക്ക് നോക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ സ്ട്രൈക്ക് പ്രൈസസ് ഇവിടെ അവൈലബിൾ ആണ്, ശരിയല്ലേ? അപ്പോൾ ഇതിൽ ഓരോ സ്ട്രൈക്ക് പ്രൈസിനും ഓരോ ഡെൽറ്റ ഉണ്ട് എന്നുള്ളതാണ് സത്യം. അത് മുന്നിലേക്ക് പോകുമ്പോൾ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറേയധികം ബേസിക് നോളജും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ ടെൻഷൻ അടിക്കേണ്ട, മുന്നിലേക്ക് പോകുമ്പോൾ വളരെ വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, എല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. അപ്പോൾ അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡെൽറ്റ വാല്യൂസ് എന്നുള്ളതാണ്. അതായത് നമുക്ക് മനസ്സിലായി ഡെൽറ്റ എന്നുള്ളത് ഒരു നമ്പർ ആണ്. ആ നമ്പർ എന്ന് പറയുന്നത് ഓരോ സ്ട്രൈക്ക് പ്രൈസുമായിട്ട് അസോസിയേറ്റഡ് ആണ്. ഓരോ ഓപ്ഷൻ കോൺട്രാക്റ്റിനും ഒരു സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക് ഡെൽറ്റ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതൊരു നമ്പർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ അണ്ടർലൈങ് അസറ്റ് നീങ്ങുന്നതിനനുസരിച്ച് ഓപ്ഷൻ പ്രീമിയം എങ്ങനെ മൂവ് ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാകും എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ നമ്പർ ഡെൽറ്റയുടെ വാല്യൂ ഏത് റേഞ്ചിലായിരിക്കും ഉണ്ടാകുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കോൾ ഓപ്ഷന്റെ കേസിലും പുട്ട് ഓപ്ഷന്റെ കേസിലും ഇത് ഡിഫറെന്റ് ആയിരിക്കും. കോൾ ഓപ്ഷന്റെ കേസിൽ കോൾ ഓപ്ഷൻസ് ഹാവ് പോസിറ്റീവ് ഡെൽറ്റ ബിറ്റ്വീൻ 0 and 1. അതായത് കോൾ ഓപ്ഷന്റെ ഡെൽറ്റ എന്ന് പറയുന്നത് എപ്പോഴും 0നും 1നും ഇടയിലുള്ള നമ്പർ ആയിരിക്കും. ഇതിനെ വേറൊരു രീതിയിലും പലപ്പോഴും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഇവിടെ 0 to 1 കണ്ടു, അതുപോലെ തന്നെ ചിലർ ഇതിനെ 0 to 100 ആയിട്ടും കാണാറുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ 0 to 1 പറയുന്ന സ്ഥലത്ത് 0.2 അല്ലെങ്കിൽ 0.4 ആണ് നമ്പർ എങ്കിൽ 0 to 100 സ്കെയിലിൽ അത് 20യും 40യും ആയിരിക്കും റെസ്പെക്റ്റീവ്ലി. അപ്പോൾ അങ്ങനെയാണ് ആ രണ്ട് സ്കെയിൽസിന്റെയും ഡിഫറൻസ്. എന്നാലും കൂടുതൽ സ്ഥലങ്ങളിലും 0 to 1 എന്ന സ്കെയിലാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് 0ന്റെയും 1ന്റെയും ഇടയിലുള്ളത്? എന്തുകൊണ്ടാണ് ഇതൊരു പോസിറ്റീവ് നമ്പർ ആയിരിക്കുന്നത്? കാരണം നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. കോൾ ഓപ്ഷന്റെ കേസിൽ സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ പ്രീമിയം മുകളിലേക്ക് പോകും. ഇനി അതല്ല സ്റ്റോക്ക് പ്രൈസ് താഴോട്ടാണ് വരുന്നതെങ്കിൽ കോൾ ഓപ്ഷന്റെ പ്രീമിയം താഴോട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു ഡയറക്റ്റ് കോറിലേഷൻ ഉള്ളത് കൊണ്ടാണ് കോൾ ഓപ്ഷന്റെ കേസിൽ ഡെൽറ്റ 0നും 1നും ഇടയിൽ ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കുന്നത്. അതേപോലെ പുട്ട് ഓപ്ഷന്റെ കേസിൽ നോക്കുകയാണെങ്കിലോ അവിടെയും ഡെൽറ്റ 0നും 1നും ഇടയിൽ തന്നെ ആയിരിക്കും. എന്നാൽ ഇവിടെ 1ന് പകരം -1 ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഏറെക്കുറെ ലോജിക് എന്ന് പറയുന്നത് സെയിം ആണ്. പക്ഷേ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളത് പോലെ പുട്ട് ഓപ്ഷന്റെ കേസിൽ സ്റ്റോക്ക് പ്രൈസിന്റെ മൂവ്മെന്റിന് ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ പുട്ട് ഓപ്ഷന്റെ പ്രീമിയം മൂവ് ചെയ്യുക. അതായത് സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ പുട്ട് ഓപ്ഷന്റെ പ്രീമിയം താഴോട്ട് വരും. സ്റ്റോക്ക് പ്രൈസ് താഴോട്ട് പോവുകയാണെങ്കിൽ പുട്ട് ഓപ്ഷന്റെ പ്രീമിയം മുകളിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ ഒരു ഇൻഡയറക്റ്റ് കോറിലേഷൻ ഉള്ളത് കൊണ്ടാണ് പുട്ട് ഓപ്ഷന്റെ കേസിൽ നെഗറ്റീവ് ഡെൽറ്റ ഉള്ളത്. ഇവിടെയും നിങ്ങൾക്ക് ഇനിയും ഡൗട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ മുന്നിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ മുന്നിലേക്ക് പോകുമ്പോൾ ഈ എക്സാമ്പിൾസ് കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുള്ള ഡൗട്ട്സ് എല്ലാം തീരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു എക്സാമ്പിൾ ഒരു കോൾ ഓപ്ഷന്റെ എക്സാമ്പിൾ ആണ്. അപ്പോൾ ഈ എക്സാമ്പിൾ പറയുന്നത് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ സ്പോട്ട് പ്രൈസ് 9300 ആണ്. അപ്പോൾ ഒരു ഓപ്ഷൻ സ്ട്രൈക്ക് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. 9250 എന്നൊരു കോൾ ഓപ്ഷന്റെ സ്ട്രൈക്ക് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. നമ്മൾ ഓൾറെഡി ഇൻ ദ മണിയും ഔട്ട് ഓഫ് ദ മണിയും അറ്റ് ദ മണിയും എല്ലാം വിശദമായി പഠിച്ചതാണ്. അതിന്റെ കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മാത്രം ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതിന്റെ വ്യൂസ് ഇപ്പോഴും വളരെ കുറവാണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടിട്ട് മാത്രം വരിക. ഇൻ ദ മണി ഔട്ട് ഓഫ് ദ മണി അറ്റ് ദ മണി അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ മുന്നിലേക്ക് ഒന്നും തന്നെ മനസ്സിലാവുകയില്ല. അപ്പോൾ അതിന് ലിങ്ക് ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 9250 എന്ന കോൾ ഓപ്ഷന്റെ സ്ട്രൈക്ക് എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ഇൻ ദ മണി സ്ട്രൈക്ക് പ്രൈസ് ആണ്, ശരിയല്ലേ? അതുകൊണ്ട് തന്നെ അതിന്റെ പ്രീമിയം കൂടുതലാണ്. 110 രൂപയുടെ പ്രീമിയം ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് ഡെൽറ്റ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇവിടെ ഡെൽറ്റ എന്ന് പറയുന്നത്
0.6 ആണ് എന്നുള്ളത് ഓൾറെഡി നമ്മുടെ എക്സാമ്പിളിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഒരു ഡൗട്ട് ഉണ്ടാകും, ഈ ഡെൽറ്റ എവിടെ നിന്നാണ് കിട്ടിയത്, ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങൾ തൽക്കാലം തോക്കി കയറി വെടിവെക്കേണ്ട ആവശ്യമില്ല. മുന്നിലേക്ക് പോകുമ്പോൾ ഡെൽറ്റ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിക്കുന്നതാണ്. തൽക്കാലം ഇതിന്റെ യൂസ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഡെൽറ്റ 0.6 ആണെന്ന് നമുക്ക് മനസ്സിലായി. അതേസമയം തന്നെ നിഫ്റ്റി 9300 ആണല്ലോ സ്പോട്ട് പ്രൈസ്, അവിടുന്ന് 9400 മൂവ് ചെയ്യുമെന്ന ഒരു എക്സ്പെക്ടേഷൻ നമുക്കുണ്ട്. അതായത് ഒരു 100 പോയിന്റ്സിന്റെ അപ്പ് മൂവ്മെന്റ് ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ. അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? ഡെൽറ്റ എന്ന് പറയുന്നത് അതിന്റെ അണ്ടർലൈയിങ് അസറ്റ് എത്ര നീങ്ങുന്നോ അതിനനുസരിച്ച് ഓപ്ഷന്റെ പ്രീമിയം എത്ര മൂവ് ചെയ്യുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ അണ്ടർലൈയിങ് അസറ്റ് ആയ നിഫ്റ്റി 100 പോയിന്റ് മുകളിലേക്ക് മൂവ് ചെയ്യുമെന്നുണ്ടെങ്കിൽ ഓപ്ഷന്റെ പ്രീമിയം എത്ര മൂവ് ചെയ്യുമെന്ന് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ആ കാൽക്കുലേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് അണ്ടർലൈയിങ് അസറ്റ് മൂവ് ചെയ്യുന്ന പോയിന്റ്സ് 100, ആ 100 ഇൻറ്റു ഡെൽറ്റ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് കിട്ടും എന്നുള്ളതാണ് ഈ ഒരു ഫോർമുല പറയുന്നത്. അപ്പോൾ 100 ഇൻറ്റു 0.6 ചെയ്യുമ്പോൾ ഓപ്ഷൻ പ്രീമിയത്തിന്റെ മൂവ്മെന്റ് ₹60 ആയിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഇതൊരു പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് ഓപ്ഷൻ പ്രീമിയം മുകളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സോ വി ക്യാൻ എക്സ്പെക്ട് ദ ഓപ്ഷൻ പ്രീമിയം ടു ബി അറ്റ് ₹170. എന്തുകൊണ്ടാണ് 170? ആദ്യം ഓൾറെഡി പ്രീമിയം 110 ആയിരുന്നു, അതിനുശേഷം ₹60 മൂവ് ചെയ്യുമെന്നുള്ളത് ഡെൽറ്റ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തു. അപ്പോൾ 110 + 60 ₹170 എത്തും എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നു നിഫ്റ്റി 9400 എത്തുമ്പോൾ. അപ്പോൾ ഇതുവരെ ഡെൽറ്റ എന്ന് കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായ ആ ഡൗട്ട് ഈ ഒരു എക്സാമ്പിൾ എടുത്തതിലൂടെ നന്നായി തന്നെ ക്ലിയർ ആയി എന്ന് ഞാൻ മനസ്സിലാവുകയാണ്. അതായത് ഇവിടെ അണ്ടർലൈയിങ് അസറ്റ് 100 പോയിന്റ് മൂവ് ചെയ്തപ്പോൾ ഡെൽറ്റ 0.6 ആയതുകൊണ്ട് ഓപ്ഷൻ ₹60 മൂവ് ചെയ്യുമെന്ന് നമുക്ക് ഓൾറെഡി ഗസ് ചെയ്യാൻ പറ്റുന്നു, പഠിക്കാൻ പറ്റുന്നു, മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പോൾ ഇതാണ് ഡെൽറ്റയുടെ റെലവൻസ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഒറ്റ ബാക്കിയുള്ള ഡൗട്ട് ഡെൽറ്റ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതായിരിക്കും. അത് മുന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അതിനു മുമ്പ് 1-2 എക്സാമ്പിൾസ് കൂടി നമുക്ക് എടുക്കാം. ഒരു എക്സാമ്പിൾ കൂടി പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇവിടെയും നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസ് 9300 തന്നെയാണ്. ഓപ്ഷൻ സ്ട്രൈക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നത് പിന്നെയും 9250 തന്നെയാണ്. പ്രീമിയം നേരത്തെ കണ്ടതുപോലെ 110 തന്നെയാണ്. ഡെൽറ്റയും നേരത്തെ കണ്ടതുപോലെ തന്നെ 0.6 തന്നെയാണ്. എന്നാൽ നേരത്തെ 9300 നിന്ന് 9400 നിഫ്റ്റിയുടെ പ്രൈസ് കൂടിയപ്പോൾ ഇവിടെ നിഫ്റ്റിയുടെ പ്രൈസ് ആക്ച്വലി 50 പോയിന്റ് താഴോട്ട് വരികയാണ്. അപ്പോൾ എങ്ങനെയാണ് ഓപ്ഷൻ പ്രീമിയത്തിന്റെ മൂവ്മെന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു നെഗറ്റീവ് പ്രൈസ് മൂവ്മെന്റ് അല്ലേ. അപ്പോൾ -50 ഇൻറ്റു 0.6 ചെയ്യുമ്പോൾ -30 എന്നുള്ള ഓപ്ഷൻ പ്രീമിയം മൂവ്മെന്റ് നമുക്ക് കിട്ടുന്നു. അതായത് ഓപ്ഷന്റെ പ്രീമിയം 30 പോയിന്റ് താഴോട്ട് വരും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നു ഡെൽറ്റ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഒരു കൺക്ലൂഷൻ ആയിട്ട് ഇവിടെ പറയുകയാണെങ്കിൽ ഇവിടെ നിഫ്റ്റി എന്ന അണ്ടർലൈയിങ് അസറ്റിന്റെ പ്രൈസ് ₹50 താഴോട്ട് വന്നപ്പോൾ ഡെൽറ്റ 0.6 ആയതുകൊണ്ട് ഓപ്ഷന്റെ പ്രീമിയം 30 പോയിന്റ് താഴോട്ട് വന്നിട്ട് 110 നിന്ന് ₹80 എത്തുന്നു. എഗെയിൻ ഈ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങളുടെ ഇതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് കുറെ കൂടി ക്ലിയർ ആയി വരികയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുന്നിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തായാലും കോൾ ഓപ്ഷൻ മുകളിലേക്ക് പോകുമ്പോഴും താഴോട്ട് പോകുമ്പോഴുമുള്ള എക്സാമ്പിൾ കണ്ടിട്ടുണ്ട്. പുട്ട് ഓപ്ഷന്റെ കൂടി എക്സാമ്പിൾ മനസ്സിലാക്കുകയാണെങ്കിൽ എല്ലാം തന്നെ ഇവിടെ ക്ലിയർ ആകുന്നതാണ്. ഒന്നുകൂടി ഇവിടെ നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസ് 9300 തന്നെയാണ്. ഓപ്ഷൻ സ്ട്രൈക്ക് എന്ന് പറയുന്നത് 9350 ഉള്ള ഒരു പുട്ട് ഓപ്ഷൻ ആണ്. അപ്പോൾ പുട്ട് ഓപ്ഷന്റെ കേസിൽ 9350 എന്ന് പറയുമ്പോൾ ഇത് പിന്നെയും ഒരു ഇൻ ദ മണി കോൺട്രാക്ട് ആണ്. അതുകൊണ്ട് തന്നെ പ്രീമിയം കൂടുതലാണ്, ₹110 ആണ്. ഇവിടെയും ഡെൽറ്റ എന്ന് പറയുന്നത് 0.6 ആണ്. പക്ഷേ ഇവിടെ പുട്ട് ഓപ്ഷൻ ആയതുകൊണ്ട് അത് -0.6 ആണ്. നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ, പുട്ട് ഓപ്ഷന്റെ കേസിൽ സ്കെയിൽ എന്ന് പറയുന്നത് 0-നും -1-നും ഇടയിലാണ്. അപ്പൊ ഡെൽറ്റ ഇവിടെ -0.6 ആണ്. അതിനുശേഷം നിഫ്റ്റി മൂവ് ചെയ്തു. നിഫ്റ്റി 100 പോയിന്റ് മുകളിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് 9300 നിന്ന് 9400 പോയി. അപ്പൊ ഓപ്ഷന്റെ പ്രീമിയം എത്രയാണ് മൂവ് ചെയ്യുക? നിഫ്റ്റിയുടെ മൂവ്മെന്റ് ഉണ്ടായിരുന്നത് 100 പോയിന്റ് ആണ്. അപ്പൊ 100 ഇൻറ്റു -0.6 ശരിയല്ലേ? ഇവിടെ ഡെൽറ്റ എന്ന് പറയുന്നത് -0.6 ആണ്. അപ്പൊ 100 ഇൻറ്റു -0.6 നമുക്ക് -60 കിട്ടുന്നു. അതായത് ഇവിടെ പുട്ട് ഓപ്ഷന്റെ കേസ് ആയതുകൊണ്ട് അണ്ടർലൈയിങ് അസറ്റ് ആയിട്ടുള്ള നിഫ്റ്റി മുകളിലേക്ക് പോയപ്പോൾ പുട്ട് ഓപ്ഷന്റെ പ്രീമിയം താഴോട്ട് ₹60 നീങ്ങുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളെല്ലാം ഇവിടെ വളരെ വ്യക്തമായിട്ട് വാലിഡേറ്റഡ് ആകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിഫ്റ്റി 100 പോയിന്റ് മുകളിലേക്ക് പോയപ്പോൾ പുട്ട് ഓപ്ഷന്റെ പ്രീമിയം 110 നിന്ന് ₹60 കുറഞ്ഞ് ₹50 എത്തുന്നു. അപ്പൊ ഈ 3 എക്സാമ്പിളിലൂടെ നിങ്ങളുടെ മനസ്സിലുള്ള ഏറെക്കുറെ എല്ലാ ഡൗട്ട്സിനും ഉത്തരം കിട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മേജർ ആയിട്ട് ബാക്കിയുള്ള ഡൗട്ട് എന്ന് പറയുന്നത് എങ്ങനെ ഡെൽറ്റ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഇവിടെ ഡെൽറ്റ എന്ന് പറയുന്ന ഈ ഒരു നമ്പർ നമ്മളെ ശരിയായിട്ടുള്ള ഒരു ഓപ്ഷൻ സ്ട്രൈക്ക് സെലക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ഇതുവരെ വന്നപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലുള്ള ഒരു ഡൗട്ടാണ് ഏത് ഓപ്ഷൻ സ്ട്രൈക്ക് ആണ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഡെൽറ്റയുടെ ആപ്ലിക്കേഷനെ പറ്റി ഡെൽറ്റയുടെ യൂസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ സ്ട്രൈക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂൾ ആണ് ഡെൽറ്റ എന്ന് നമുക്ക് പറയാൻ പറ്റും.
അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടതുപോലെ ഡിഫറെന്റ് ഓപ്ഷൻ സ്ട്രൈക്സിന് ഡിഫറെന്റ് ഡെൽറ്റ ആയിരിക്കും ഉള്ളത്. അപ്പോൾ അങ്ങനെ പല ഓപ്ഷൻ സ്ട്രൈക്സിന്റെ പല ഡെൽറ്റയെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിലൂടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇവിടെ ഒരു കാര്യം എനിക്ക് ആദ്യമേ പറയാനുള്ളത്, ഒരു സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഒരിക്കലും ഡെൽറ്റ മാത്രമല്ല നോക്കേണ്ടത്, പക്ഷെ ഡെൽറ്റ എങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് മാത്രം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം. മുന്നിലേക്ക് പോകുമ്പോൾ മറ്റ് ഓപ്ഷൻ ഗ്രീക്സ് കൂടി പഠിക്കുമ്പോൾ ഒരു വളരെ വ്യക്തമായിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ ഡെൽറ്റ മാത്രം നോക്കുകയാണെങ്കിൽ സ്പോട്ട് പ്രൈസ് കറന്റ് ഒരു പ്രൈസിലായിരിക്കുമല്ലോ നിൽക്കുക. ആ ഒരു സ്പോട്ട് പ്രൈസിനെ അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ മൾട്ടിപ്പിൾ സ്ട്രൈക്ക് പ്രൈസസ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ചില സ്ട്രൈക്ക് പ്രൈസിലുള്ള കോൾ ഓപ്ഷൻ കോൺട്രാക്ടിന് ചിലപ്പോൾ ഡെൽറ്റ 0.1 എന്ന് കാണും, ചില സ്ഥലത്തുള്ള കോൾ ഓപ്ഷൻ കോൺട്രാക്ടിന് ഡെൽറ്റ 0.5 ഉണ്ടാകും. അങ്ങനെ പല സ്ട്രൈക്ക് പ്രൈസിലുള്ള ഓപ്ഷൻ കോൺട്രാക്ടിന് പല ഡെൽറ്റ ആയിരിക്കും ഉണ്ടാവുക. ശരിയല്ലേ? കാരണം 0നും 1നും ഇടയിലാണ് അതിന്റെ റേഞ്ച് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അപ്പൊ അങ്ങനെ ഡെൽറ്റ മാറുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ രണ്ട് എക്സാമ്പിളുകൾ മാത്രം എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെൽറ്റ 0.1 ആണ് എങ്കിൽ അതിന്റെ അണ്ടർലൈങ് അസറ്റ് 100 പോയിന്റ്സ് നീങ്ങുകയാണെങ്കിൽ പോലും ആ കോൾ ഓപ്ഷന്റെ പ്രീമിയം മൂവ് ചെയ്യുന്നത് വെറും 10 പോയിന്റ് മാത്രമായിരിക്കും. എന്നാൽ അതേസമയം ഡെൽറ്റ 0.5 ആയിട്ടുള്ള ഒരു സ്ട്രൈക്ക് പ്രൈസ് ആണ് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ സെലക്ട് ചെയ്യുന്നത് എങ്കിൽ അവിടെയും അണ്ടർലൈങ് അസറ്റ് 100 പോയിന്റ്സ് തന്നെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് തന്നെ 50 പോയിന്റ്സിന്റെ ഒരു മൂവ് കിട്ടുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഡെൽറ്റ നോക്കി നിങ്ങൾ ഒരു ഓപ്ഷൻ സ്ട്രൈക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അണ്ടർലൈങ് അസറ്റ് സെയിം മൂവ്മെന്റ് തരികയാണെങ്കിൽ തന്നെ ഒരു ബെറ്റർ മൂവ് ക്യാച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഓപ്ഷൻ സ്ട്രൈക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവിടെ മറ്റ് പല ഫാക്ടേഴ്സ് കൂടി സീനിലേക്ക് വരുന്നുണ്ട്. അതായത് ഡെൽറ്റ കൂടുമ്പോൾ പ്രീമിയത്തിന്റെ എമൗണ്ട് കൂടാൻ സാധ്യതയുണ്ട്. പ്രീമിയത്തിന്റെ എമൗണ്ട് കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ട്രേഡിലേക്ക് കയറാനുള്ള ക്യാപിറ്റലും കൂടുതൽ ആവശ്യം വരും. അതുപോലെ തന്നെ മറ്റ് പല ഓപ്ഷൻ ഗ്രീസ് കൂടി ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടി കോംപ്ലക്സ് ആണ്. പക്ഷെ ഡെൽറ്റ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ഇൻപുട്ട് എങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാം എന്നുള്ളത് അറ്റ്ലീസ്റ്റ് ഇവിടെ നിന്ന് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ ഇവിടെ ഡെൽറ്റ നോക്കി അനലൈസ് ചെയ്ത് ജുഡീഷ്യസ്ലി സ്ട്രൈക്ക് പ്രൈസസ് സെലക്ട് ചെയ്യാം എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ മുന്നിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഇത്ര നേരം കാത്തു നിന്ന് ഏറ്റവും വലിയ ഡൗട്ട് നമ്മൾ ക്ലിയർ ചെയ്യാൻ പോവുകയാണ്. അതായത് ഡെൽറ്റ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത്. അതായത് നമുക്ക് മനസ്സിലായി ഡെൽറ്റയുടെ നമ്പർ അറിയുകയാണെങ്കിൽ ആ നമ്പർ വെച്ചുകൊണ്ട് ഓപ്ഷൻ പ്രീമിയം എത്രമാത്രം മൂവ് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഡെൽറ്റ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇവിടെ ആദ്യം എഴുതിയിരിക്കുന്ന ഈ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ആദ്യം ഒന്ന് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഓപ്ഷൻ പ്രീമിയം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് ഈ ഒരു ഫോർമുലയുടെ ബേസിസിലാണ്. ബ്ലാക്ക് ആൻഡ് ഷോൾസ് ഓപ്ഷൻ പ്രൈസിംഗ് ഫോർമുല എന്ന് പറയുന്ന ഈ ഒരു ഫോർമുലേനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഓപ്ഷൻ പ്രീമിയവും അതുപോലെ തന്നെ ഓപ്ഷൻ ഗ്രീക്സും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏറെക്കുറെ നന്നായി ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ഫോർമുല എന്താണെന്നോ എക്സാക്ട്ലി ഇത് വെച്ചിട്ട് എക്സാക്ട് വാല്യൂ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ഒരു ചാർട്ടിൽ കാണുന്ന ജനറലൈസ്ഡ് ഡേറ്റ ഉണ്ടെങ്കിൽ തന്നെ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള വളരെ നല്ല ട്രേഡ്സ് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്നതാണ്. എന്നാലും എനിക്കറിയാം നിങ്ങൾ വളരെ നന്നായി തന്നെ ഇൻഡെപ്തിൽ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഈ പ്രസന്റേഷനിൽ നിന്ന് മാറ്റി വെച്ചുകൊണ്ട് ബ്ലാക്ക് ആൻഡ് ഷോൾസ് ഓപ്ഷൻ പ്രൈസിംഗ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഓപ്ഷന്റെ പ്രീമിയവും അതുപോലെ തന്നെ ഓപ്ഷൻ ഗ്രീക്സും എക്സാക്ട്ലി എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് ഐദർ BSEന്റെ വെബ്സൈറ്റിലേക്ക് വരാം. BSEന്റെ വെബ്സൈറ്റിലെ ഓപ്ഷൻ കാൽക്കുലേറ്റർ സെക്ഷനിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ വളരെ വിശദമായിട്ട് ബ്ലാക്ക് ഷോൾസ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കാൽക്കുലേറ്റർ ഇവിടെ അവൈലബിൾ ആണ്. കണ്ടോ, ഇവിടെ എഴുതിയിട്ടുണ്ട് ബ്ലാക്ക് ഷോൾസ് ഫോർമുല ഉപയോഗിച്ചാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി അതല്ല എങ്കിൽ സീറോദയുടെയും ഒരു കാൽക്കുലേറ്റർ അവൈലബിൾ ആണ്. അപ്പോൾ സീറോദയുടെ ബ്ലാക്ക് ആൻഡ് ഷോൾസ് ഓപ്ഷൻ പ്രൈസിംഗ് ഫോർമുല എന്ന് നിങ്ങൾ വെറുതെ ഈസിലി ഗൂഗിൾ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു ലിങ്കിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ തൽക്കാലം ഈ ഒരു കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഇൻപുട്സ് മാത്രമാണ് ഇവരിവിടെ ചോദിക്കുന്നത്. അത് നിങ്ങൾ കൊടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഓപ്ഷന്റെ റിലേറ്റഡ് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കിട്ടുന്നതാണ്. ഞാൻ ഓൾറെഡി ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഇട്ടുകൊണ്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയുടെ ഒരു കോൾ ഓപ്ഷന്റെ കേസാണ്. അപ്പോൾ അത് ഞാൻ നോക്കുന്ന സമയത്ത് നിഫ്റ്റിയുടെ സ്പോട്ട് വാല്യൂ എന്ന് പറയുന്നത് 9844 ആയിരുന്നു. അത് എവിടെ നിന്നാണ് എടുക്കുന്നത്? നമ്മളിവിടെ വരികയാണെങ്കിൽ മുകളിലേക്ക് വരികയാണെങ്കിൽ കണ്ടോ, ഇവിടെ അണ്ടർലൈയിങ് ഇൻഡെക്സിന്റെ വാല്യൂ നോക്കിയിട്ട് നമുക്ക് സ്പോട്ട് പ്രൈസ് കിട്ടുന്നതാണ്. അപ്പോൾ സ്പോട്ട് പ്രൈസ് ഞാൻ നേരത്തെ നോക്കിയ സമയത്ത് വെച്ച് 9844 ഞാൻ എൻ്റർ ചെയ്തിരുന്നു. അതിനുശേഷം ഏത് സ്ട്രൈക്ക് പ്രൈസിന്റെ ഡേറ്റയാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഏത് സ്ട്രൈക്ക് പ്രൈസിന്റെ പ്രീമിയം ആണ്, അതുപോലെ തന്നെ ഏത് സ്ട്രൈക്ക് പ്രൈസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻ ഗ്രീക്സ് ആണ് എനിക്ക് വേണ്ടത്, ആ ഒരു എമൗണ്ട് ഞാൻ ഇവിടെ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ താഴോട്ട് വന്നിട്ട് 10,000 എന്ന സ്ട്രൈക്ക് പ്രൈസ് കണ്ടോ, ഇവിടെ 10,000 എന്ന സ്ട്രൈക്ക് പ്രൈസിന്റെ റിലേറ്റഡ് ഡേറ്റയാണ് വേണ്ടത് എന്നുള്ളത് കൊണ്ട് ഇവിടെ ഞാൻ 10,000 എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം ഇത് എപ്പോഴാണ് എക്സ്പയർ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. എനിക്ക് അറിയേണ്ട കോൺട്രാക്ട് ഡീറ്റെയിൽസ് ജൂൺ മാസത്തിന്റെ ഏറ്റവും അവസാനം എക്സ്പയർ ആകുന്ന കോൺട്രാക്ടിന്റെ ആണ്. അതായത് ജൂൺ 25 എക്സ്പയർ ആകുന്ന കോൺട്രാക്ടിനാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ജൂൺ 25 സെലക്ട് ചെയ്തിട്ടുണ്ട്. താഴോട്ട് വരുമ്പോൾ വോളറ്റൈലിറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇവിടെ 10,000ന്റെ സ്ട്രൈക്ക് പ്രൈസ് ആണല്ലോ ഞാൻ സെലക്ട് ചെയ്തത്. കണ്ടോ, 10,000 ഇവിടെ ഉണ്ട്.
ഇവിടെ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ മുകളിൽ കണ്ടോ IV എന്ന് കണ്ടോ, ഇംപ്ലൈഡ് വോളറ്റൈലിറ്റി എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ നിന്നുള്ള ഈ ഒരു ഡേറ്റയാണ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റർ ചെയ്തപ്പോൾ നേരത്തെ 20.65 ആയിരുന്നു. അപ്പോൾ അത് ഞാൻ ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അടുത്ത നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിന്റെ പെർസെന്റേജ് ഇവിടെ ടൈപ്പ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അത് കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് ഇവിടെ റിസർവ് ബാങ്കിന്റെ വെബ്സൈറ്റിലേക്ക് വരാം. കണ്ടോ, റിസർവ് ബാങ്കിന്റെ വെബ്സൈറ്റിൽ വന്നിട്ട് ഇവിടെ മാർക്കറ്റ് ട്രെൻഡ്സ്, ഇതാദ്യം അടഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ട്രെൻഡ്സിൽ വന്ന് താഴെ 91 ഡേ ട്രഷറി ബിൽസിന്റെ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നിങ്ങൾ എടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ 3.19 എന്നുള്ളതാണ്. അത് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. 3.19 എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഡിവിഡൻഡ് റിലേറ്റഡ് ഡേറ്റ് ചോദിക്കുന്നുണ്ട്. അതായത് ഈ ഒരു കോൺട്രാക്ട് എക്സ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഡിവിഡൻഡ് എന്തെങ്കിലും ഡിക്ലെയർ ചെയ്യാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എമൗണ്ട് ടൈപ്പ് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നിഫ്റ്റിയുടെ കേസിൽ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒന്നും തന്നെ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്തിട്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ കോൾ ഓപ്ഷന്റെ പ്രീമിയം ഈ ഒരു മൊമെന്റിൽ എന്തായിരിക്കണം, അതുപോലെ തന്നെ പുട്ട് ഓപ്ഷന്റെ പ്രീമിയം ഈ ഒരു മൊമെന്റിൽ എന്തായിരിക്കണം, അതുപോലെ നമ്മൾ പറഞ്ഞതുപോലെ ഡെൽറ്റ, ഗാമ, വീഗ, റോ, തീറ്റ എല്ലാത്തിന്റെ വാല്യൂം കാൽക്കുലേറ്റ് ചെയ്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്നത് ഡെൽറ്റ ആയതുകൊണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, കോൾ ഓപ്ഷന്റെ ഡെൽറ്റ എന്ന് പറയുന്നത് 0-നും 1-നും ഇടയിലായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞില്ലേ. എന്താ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് 0.4 ആണെന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ സ്കെയിലിൽ തന്നെ ഇവിടെ കോൾ ഓപ്ഷന്റെ ഡെൽറ്റ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പുട്ട് ഓപ്ഷന്റെ ഡെൽറ്റയും -0.591 ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ബ്ലാക്ക് ആൻഡ് ഷോൾസ് ഓപ്ഷൻ പ്രൈസിംഗ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് വളരെ സ്പെസിഫിക്കലി എങ്ങനെ ഓപ്ഷന്റെ പ്രീമിയം എന്താണെന്നും ഓപ്ഷൻ ഗ്രീക്സ് എന്താണെന്നും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എഗെയിൻ ഒരു വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളിപ്പോൾ പഠിച്ചത്. എന്നാലും ഒന്നുകൂടി പറയുകയാണ്, നിങ്ങൾ എപ്പോഴും ഒരു ഓപ്ഷൻ സ്ട്രൈക്ക് സെലക്ട് ചെയ്യാൻ പോകുമ്പോൾ എപ്പോഴും ആ ഒരു കാൽക്കുലേറ്ററിൽ പോയിട്ട് അത്രയും ഡേറ്റ ഇട്ടുകൊണ്ട് എക്സാക്ട് ഡെൽറ്റ കണ്ടുപിടിക്കണമെന്നില്ല. വളരെ ജനറലൈസ്ഡ് രീതിയിൽ മാർക്കറ്റിൽ ഡിഫറന്റ് മണീനെസ് വെച്ചുകൊണ്ട് ഓരോ സ്ട്രൈക്ക് പ്രൈസിന്റെയും ഡെൽറ്റ എത്രയായിരിക്കും എന്ന് പറയുന്ന ജനറലൈസേഷൻസ് അവൈലബിൾ ആണ്. അതാണ് ഈ ചാർട്ടിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചതാണ് അറ്റ് ദ മണി എന്താണ്, ഇൻ ദ മണി എന്താണ്, ഔട്ട് ഓഫ് ദ മണി എന്താണ് നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പോൾ അവിടെ ഒരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, ഇൻ ദ മണി നമ്മൾ എന്താണെന്ന് പഠിച്ചു. എന്നാൽ ഇൻ ദ മണിയേക്കാളും വളരെയധികം ദൂരെയുള്ള ഒരു സ്ട്രൈക്ക് പ്രൈസ് ആണെങ്കിൽ അതിനെ ഡീപ്പ് ഇൻ ദ മണി എന്ന് പറയുന്നു. അതുപോലെ തന്നെ അറ്റ് ദ മണിയിൽ നിന്ന് വളരെയധികം ദൂരെയുള്ള OTM-നെ നമ്മൾ ഡീപ്പ് OTM എന്ന് വിളിക്കുന്നു. അതിനെ നമ്മളൊന്ന് ചെന്ന് ഓപ്ഷൻ ചെയിനിൽ നോക്കി പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ അറിയാം 9850 മുകളിലേക്കുള്ള സ്ട്രൈക്ക് പ്രൈസ് എല്ലാം കോൾ ഓപ്ഷന്റെ കേസിൽ ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിന് അടുത്ത് നിൽക്കുന്ന പ്രോബബ്ലി അടുത്ത് നിൽക്കുന്ന സ്ട്രൈക്ക് പ്രൈസസ് എല്ലാം ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻ എന്നും ഇതിനെ വളരെയധികം ദൂരെ നിൽക്കുന്ന ഈ സ്ട്രൈക്ക് പ്രൈസിനെല്ലാം ഡീപ്പ് ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻസ് എന്നുമാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ അടുത്ത് നിൽക്കുന്നതിനെല്ലാം ഇൻ ദ മണി ഓപ്ഷൻസ് എന്നും ഇതിനെ വളരെയധികം ദൂരോട്ട് നിൽക്കുന്നതിനെല്ലാം ഡീപ്പ് ഇൻ ദ മണി ഓപ്ഷൻസ് എന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലായ സ്ഥിതിക്ക് ഈ ഒരു ജനറലൈസേഷൻ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കാനൊന്നുമില്ല. നിങ്ങൾ വളരെ ഈസി ആയിട്ട് ഇതിനെ നോട്ടിലേക്ക് എഴുതി വെക്കുകയോ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുകയോ ചെയ്യുക. ഇതിനെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ സംഭവം എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ കോൺട്രാക്ടിന്റെ സ്ട്രൈക്ക് പ്രൈസ് അത് അറ്റ് ദ മണി സ്ട്രൈക്ക് പ്രൈസിലാണ് നിൽക്കുന്നതെങ്കിൽ അതിന്റെ അപ്രോക്സിമേറ്റ് ഡെൽറ്റ വാല്യൂ എന്ന് പറയുന്നത് 0.45-നും 0.55-നും ഇടയിലായിരിക്കും. അപ്പോൾ അത് കോൾ ഓപ്ഷന്റെ കേസിലാണ്. പുട്ട് ഓപ്ഷന്റെ കേസിലാണെങ്കിൽ അതിനൊരു നെഗറ്റീവ് വാല്യൂ ആഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിന്റെ ന്യൂമറിക്കൽ വാല്യൂവിന് വ്യത്യാസമൊന്നും ഉണ്ടാകില്ല. അതുപോലെ തന്നെ അത് സ്ലൈറ്റ്ലി ഔട്ട് ഓഫ് ദ മണിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഡെൽറ്റ കുറഞ്ഞുകൊണ്ട് 0.45ലേക്കും പിന്നെയും നീങ്ങുകയാണെങ്കിൽ അത് 0.3 വരെ പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. പുട്ട് ഓപ്ഷന്റെ കേസിൽ നെഗറ്റീവ് ആഡ് ചെയ്യണമെന്ന് മാത്രം. അതുപോലെ തന്നെ ഡീപ്പ് ഔട്ട് ഓഫ് ദ മണിയിലേക്ക് പോവുകയാണെങ്കിൽ ഡെൽറ്റ വാല്യൂ പിന്നെയും കുറഞ്ഞുകൊണ്ട് 0.3ലേക്കും ഇവഞ്ച്വലി 0ലേക്കും പോകും. അതുപോലെ തന്നെ ഇൻ ദ മണിയിലേക്ക് നോക്കുകയാണെങ്കിൽ എത്രമാത്രം അണ്ടർലൈങ് അസറ്റിന്റെ പ്രൈസ് താഴോട്ട് പോകുന്നോ അത്രമാത്രം ഡെൽറ്റയുടെ വാല്യൂ കൂടി ഇവഞ്ച്വലി 1ലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി നമ്മളിവിടെ ഓപ്ഷൻ ചെയിനിലേക്ക് വന്നുകൊണ്ട് ഇവിടെ നോക്കി അതിനെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ അറിയാം 9850 എന്ന് പറയുന്നതാണ് ഇവിടെ സ്പോട്ട് പ്രൈസിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ട്രൈക്ക് പ്രൈസ്. അതുകൊണ്ട് ഇതാണ് ഇവിടുത്തെ അറ്റ് ദ മണി സ്ട്രൈക്ക് പ്രൈസ്. അപ്പോൾ ഈ അറ്റ് ദ മണി സ്ട്രൈക്ക് പ്രൈസിലുള്ള ഓപ്ഷൻ കോൺട്രാക്ടിന്റെ ഡെൽറ്റ എന്ന് പറയുന്നത് നിയർലി 0.5 ആയിരിക്കും. അതാണ് നമ്മൾ പഠിച്ചത്. അതിനുശേഷം നമ്മൾ കണ്ടു ഔട്ട് ഓഫ് ദ മണിയിലേക്ക് കൂടുന്തോറും, അതായത് ഇവിടെ അണ്ടർലൈങ് അസറ്റിന്റെ പ്രൈസ് കൂടുമ്പോഴാണല്ലോ ഔട്ട് ഓഫ് ദ മണിയുടെ മണീനെസ് കൂടുന്നത്. കുറച്ച് പോകുമ്പോൾ അത് സ്ലൈറ്റ്ലി ഔട്ട് ഓഫ് ദ മണിയും കൂടുതൽ കൂടുമ്പോൾ അത് ഡീപ്പ് ഔട്ട് ഓഫ് ദ മണിയും ആകുന്നു. അപ്പോൾ അണ്ടർലൈങ് അസറ്റിന്റെ പ്രൈസ് കൂടുമ്പോൾ അത് ഔട്ട് ഓഫ് ദ മണീന്റെ ഡെപ്ത് കൂടി വരുമ്പോൾ അവിടെ ഡെൽറ്റ കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ശരിയല്ലേ? ഡെൽറ്റ കുറഞ്ഞു 0ലേക്ക് എത്തുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ ദ മണീന്റെ ഡെപ്ത് കൂടുമ്പോൾ ഇവിടെ ഡെൽറ്റയുടെ വാല്യൂ കൂടി ഏറ്റവും ഡെപ്ത് കൂടുമ്പോൾ ആ വാല്യൂ കൂടി 1ലേക്ക് എത്തുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുക? ഈ ഒരു പോയിന്റിലുള്ള സ്ട്രൈക്ക് പ്രൈസ് ആണ് നമ്മൾ വാങ്ങുന്നത് എങ്കിൽ ഇവിടുത്തെ അണ്ടർലൈങ് അസറ്റ് ഒരു പോയിന്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നിഫ്റ്റി
നിഫ്റ്റി ആണല്ലോ അണ്ടർലൈങ് അസറ്റ്. നിഫ്റ്റി ഒരു പോയിന്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു 9850 എന്ന സ്ട്രൈക്ക് പ്രൈസ് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഇതിന്റെ ഓപ്ഷൻ പ്രീമിയം എന്ന് പറയുന്നത് 238 ആണ്. അപ്പോൾ അണ്ടർലൈങ് അസറ്റ് ഒരു പോയിന്റ് കൂടുകയാണെങ്കിൽ ഇത് 238 നിന്ന് കൂടി 238.5 ആകുന്നു. കാരണം എന്താണ്, ഇവിടെ ഡെൽറ്റ 0.5 ആണ്. അതുപോലെ ഔട്ട് ഓഫ് ദ മണിയിലെ ഒരു ഓപ്ഷൻ സ്ട്രൈക്ക് ആണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ അവിടുത്തെ ഡെൽറ്റ ചെറുതായതുകൊണ്ട് നമ്മൾ നേരത്തെ കണ്ടതുപോലെ അത് കുറഞ്ഞു കുറഞ്ഞു വരുമെന്നാണല്ലോ നമ്മൾ കണ്ടത്. അപ്പോൾ അത് ചെറുതായതുകൊണ്ട് അണ്ടർലൈങ് അസറ്റ് ഒരു പോയിന്റ് മുകളിലേക്ക് പോവുകയാണെങ്കിലും ഇവിടെ പ്രീമിയം കുറച്ച് മാത്രമേ കയറുകയുള്ളൂ. എന്നാൽ ഇൻ ദ മണിയുടെ കേസിലാണെങ്കിലോ അവിടെ ഡെൽറ്റയുടെ വാല്യൂ കൂടുതലായതുകൊണ്ട് ഔട്ട് പോകുന്നതോറും ഡെൽറ്റയുടെ വാല്യൂ കൂടുമെന്നല്ലേ നമ്മൾ പഠിച്ചത്. അപ്പോൾ അത് കൂടുന്നത് കൊണ്ട് അണ്ടർലൈങ് അസറ്റ് എത്രമാത്രം കൂടുന്നോ അത്രയും ശക്തമായിട്ട് തന്നെ ഇവിടെ ഓപ്ഷൻ പ്രീമിയം മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നു. അപ്പോൾ ഇതിനെയൊക്കെ പറ്റി വിശദമായിട്ട് പ്രസന്റേഷനിൽ മുന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ചാർട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനേക്കാളും ഈസി ആയിട്ട് ഈ താഴെ ബോർഡിൽ എഴുതിയിരിക്കുന്ന ഈ 3 കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് എഴുതി വെക്കുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും നല്ല ജനറലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഇൻ ദ മണി ഓപ്ഷൻ ഹാസ് എ ഡെൽറ്റ ബിറ്റ്വീൻ 0.5 and 1. അറ്റ് ദ മണി ഓപ്ഷൻ ഹാസ് എ ഡെൽറ്റ ഓഫ് 0.5. ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻസ് ഹാവ് എ ഡെൽറ്റ വാല്യൂ ബിറ്റ്വീൻ 0 and 0.5. അതായത് നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഓപ്ഷൻ ചെയിൻ നോക്കിക്കൊണ്ട് ഏത് ഓപ്ഷൻ സ്ട്രൈക്ക് വാങ്ങണമെന്ന് ഡിസൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരു ജനറലൈസേഷൻ ആയിട്ട് വെക്കാൻ പറ്റുന്ന കാര്യമാണ്. ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻ ആണ് വാങ്ങുന്നതെങ്കിൽ അവിടെ ഡെൽറ്റ എന്ന് പറയുന്നത് 0 നും 0.5 ഇടയിലായിരിക്കും. അറ്റ് ദ മണി ആണെങ്കിൽ അത് 0.5 ആയിരിക്കും. ഇൻ ദ മണി ഓപ്ഷൻ ആണെങ്കിൽ അത് 0.5 നും 1 ഇടയിലായിരിക്കും. ഇനി എക്സാക്ട്ലി ഇതിന്റെ മൂവ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് മുന്നിലേക്ക് പോകുമ്പോൾ ഒരു ഗ്രാഫ് വരച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുന്നത് ഡെൽറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് മണീനെസിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലായി, ശരിയല്ലേ? ഇവിടെ മണീനെസ് മാറുമ്പോൾ ഡെൽറ്റയുടെ വാല്യൂ മാറുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു ചോദ്യം പിന്നെ മനസ്സിലേക്ക് വരുന്നത് മണീനെസ് എന്ന് പറയുന്ന സാധനം സ്പോട്ട് പ്രൈസ് മാറുമ്പോൾ അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന കാര്യമല്ലേ? അപ്പോൾ സ്പോട്ട് പ്രൈസ് മാറുമ്പോൾ മണീനെസ് മാറും, അങ്ങനെ മണീനെസ് മാറുമ്പോൾ ഡെൽറ്റയും മാറാൻ സാധ്യതയില്ലേ? അതിനെപ്പറ്റി മനസ്സിലാക്കാനായിട്ട് നമുക്ക് മുന്നിൽ ഈ ഒരു സ്ലൈഡിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ബേസിക്കലി വേറൊരു പെർസ്പെക്ടീവിലാണ് ആലോചിക്കേണ്ടത്. അതായത് 9500 സിയുടെ ഒരു കോൾ ഓപ്ഷൻ കോൺട്രാക്ട് നിങ്ങൾ ഓൾറെഡി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ വാങ്ങിച്ചതിന് ശേഷം അതിന്റെ സ്പോട്ട് പ്രൈസ് മാറിക്കൊണ്ടിരിക്കുമല്ലോ. സ്പോട്ട് പ്രൈസ് കൂടുകയോ കുറയുകയോ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ നിങ്ങൾ ഇത് വാങ്ങിച്ചതിന് ശേഷം സ്പോട്ട് പ്രൈസ് 9500 എത്തുകയാണെങ്കിൽ ആ ഒരു മൊമെന്റിൽ നമ്മൾ വാങ്ങിച്ചു വെച്ച് ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന ഈ ഒരു ഓപ്ഷൻ കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു അഡ് മണി കോൺട്രാക്ട് ആണ് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആ ഒരു കോൺട്രാക്ടിന്റെ ഡെൽറ്റ നിയർലി 0.5 ആയിരിക്കും നമ്മളിപ്പോൾ പഠിച്ചത് വെച്ചിട്ട്. ഇനി അതല്ല, നമ്മളിത് ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു അണ്ടർലൈങ് അസറ്റിന്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ ഇവിടെ നിഫ്റ്റി ആണെങ്കിൽ അത് കൂടി 9600 9650 പോവുകയാണെങ്കിൽ ആ ഒരു മൊമെന്റിൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന ഈ ഒരു ഓപ്ഷൻ കോൺട്രാക്ട് എന്ന് പറയുന്നത് അത് ഇൻ ദ മണി കോൺട്രാക്ട് ആയി പോകും. അതുകൊണ്ട് തന്നെ അതിന്റെ ഡെൽറ്റ കൂടി 0.5 നിന്ന് കൂടി 1 മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഇനി അതല്ല, സ്പോട്ട് പ്രൈസ് കുറഞ്ഞ് 9400 അതിന്റെ താഴേക്കോ പോവുകയാണെങ്കിൽ നമ്മൾ കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന ഈ ഒരു ഓപ്ഷൻ കോൺട്രാക്ട് ഔട്ട് ഓഫ് ദ മണി ആകുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ഡെൽറ്റ കുറഞ്ഞ് 0.5 നിന്ന് കുറഞ്ഞ് 0 മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ പോയിന്റ് എന്ന് പറയുന്നത് ഡെൽറ്റ ഒരിക്കലും ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾ ഒരു ഓപ്ഷൻ സ്ട്രൈക്ക് ഒരു പോയിന്റിൽ വാങ്ങിച്ചു, എന്നാൽ നമ്മൾ വാങ്ങിച്ചതിന് ശേഷം അതിന്റെ സ്പോട്ട് പ്രൈസ് മാർക്കറ്റിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഓപ്ഷൻ കോൺട്രാക്ടിന്റെ ഡെൽറ്റയും മാറിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് കൺവേ ചെയ്യലാണ് ഈ ഒരു സ്ലൈഡ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആകുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ, അത് പ്രോസസ്സ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, മനസ്സിലാക്കാത്ത കാര്യം ഒന്ന് തിരിച്ചു പോയി ഒന്നുകൂടി കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ സംഭവം എന്ന് പറയുന്നത് when the spot value changes the moneyness of an option changes. മണീനെസ് മാറുമ്പോൾ അവിടുത്തെ ഡെൽറ്റയും മാറുന്നു. അപ്പൊ അതൊന്ന് മനസ്സിൽ വെക്കണമെന്ന് മാത്രം. അപ്പൊ മുന്നിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഡെൽറ്റ അതിന്റെ സ്പോട്ട് പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന കാര്യമാണ്. അതിന്റെ ഒരു സിമ്പിൾ കാര്യം നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. അതായത് സ്പോട്ട് പ്രൈസ് മാറി അതിന്റെ മണീനെസ് മാറുമ്പോൾ ഡെൽറ്റ മാറുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അതിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗ്രാഫിൽ അതിന്റെ കർവ് വരച്ചുകൊണ്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ മുകളിൽ ഇവിടെ ബ്ലൂവിൽ നിങ്ങൾ കാണുന്നത് കോൾ ഓപ്ഷന്റെ ഡെൽറ്റ എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. താഴെ നിങ്ങൾ റെഡിൽ കാണുന്നത് പുട്ട് ഓപ്ഷന്റെ ഡെൽറ്റ എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. തൽക്കാലം നമുക്ക് കോൾ ഓപ്ഷന്റെ ഡെൽറ്റ മൂവ്മെന്റിനെ പറ്റി മാത്രം ഡിസ്കസ് ചെയ്യാം. അത് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം തന്നെ പുട്ട് ഓപ്ഷന്റെ ഡെൽറ്റ എങ്ങനെ മൂവ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് ആക്സിസിലേക്കും വൈ ആക്സിസിലേക്കും നോക്കുകയാണെങ്കിൽ എക്സ് ആക്സിസിൽ നമുക്ക് സ്പോട്ട് പ്രൈസ് ആണ് കാണാൻ പറ്റുന്നത്. അതായത് സ്പോട്ട് പ്രൈസിന്റെ മൂവ്മെന്റ് ആണ് എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഔട്ട് ഓഫ് ദ മണി എന്നും അറ്റ് ദ മണി എന്നും ഇൻ ദ മണി എന്നും എല്ലാം മെൻഷൻ ചെയ്തിരിക്കുന്നത്. വൈ ആക്സിസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഡെൽറ്റയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. എന്താ അവിടെ കണ്ടത്? ഔട്ട് ഓഫ് ദ മണിയിൽ ഡീപ്പ് ഔട്ട് ഓഫ് ദ മണി ആണെങ്കിൽ ഡെൽറ്റ 0 ആകുമെന്ന് കണ്ടു. അതുപോലെ തന്നെ ഡീപ്പ് ഇൻ ദ മണി ആണെങ്കിൽ ഡെൽറ്റ 1 ആകുമെന്ന് നമ്മൾ കണ്ടു. അതിനിടയിലുള്ള പോയിന്റ് അറ്റ് ദ മണിയാണ്. അറ്റ് ദ മണിയിൽ ഡെൽറ്റ 0.5 ആണെന്ന് നമ്മൾ കാണുന്നുണ്ട്.
അപ്പോൾ ഗ്രാഫിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഔട്ട് ഓഫ് ദ മണിയുടെ ഡീപ്പ് ഏറ്റവും ഡെപ്തിൽ 0 ആണ് ഡെൽറ്റ. കണ്ടോ ഇതാണ് ഔട്ട് ഓഫ് ദ മണിയുടെ ഏറ്റവും എക്സ്ട്രീം എൻഡ് എന്ന് പറയുന്നത്. അവിടെ ഡെൽറ്റ 0 ആണ്. കണ്ടോ ഡെൽറ്റ 0 ആണ്. അതിനുശേഷം ഔട്ട് ഓഫ് ദ മണിയുടെ ഡെപ്ത് കുറഞ്ഞു വരുമ്പോൾ ഡെൽറ്റയുടെ വാല്യൂ കൂടി വരുന്നു. അങ്ങനെ ഇവിടെ അറ്റ് ദ മണി എന്ന പോയിന്റ് വരുമ്പോൾ അറ്റ് ദ മണിയുടെ പോയിന്റ് ഇവിടെയാണുള്ളത്. ഇങ്ങോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 0.5 എന്ന വാല്യൂലേക്ക് എത്തുകയാണ്. അതിനുശേഷം ഇവിടെ ഇൻ ദ മണിയിലേക്ക് സ്പോട്ട് പ്രൈസ് നീങ്ങുമ്പോൾ പിന്നെയും ഡെൽറ്റ കൂടി വന്ന് ഇൻ ദ മണിയുടെ ഏറ്റവും ഡെപ്തിൽ എത്തുമ്പോൾ ഡെൽറ്റയുടെ വാല്യൂ ഇവിടെ കണ്ടോ 1ലേക്ക് എത്തുന്നു. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടത് ഔട്ട് ഓഫ് ദ മണിയുടെ ഏറ്റവും ഡെപ്തിൽ 0 ആണ്, ഇൻ ദ മണിയുടെ ഏറ്റവും ഡെപ്തിൽ 1 ആണ് വാല്യൂ, അറ്റ് ദ മണിയിൽ 0.5 ആണ്. എന്നാൽ ഇങ്ങനെ നേരെയുള്ള ഒരു ലീനിയർ കർവ് അല്ല നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇങ്ങനെ വളരെ സ്പെസിഫിക്കലി ആയിട്ടുള്ള ഒരു എസ് കർവ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു കർവിന്റെ പെക്യുലാരിറ്റിയെ പറ്റിയും അത് മനസ്സിലാക്കി ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് സ്ട്രൈക്ക് പ്രൈസസ് മനസ്സിലാക്കാം എന്നുള്ളത് വരുന്ന സ്ലൈഡിൽ നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു സ്ലൈഡിലൂടെ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സ്പോട്ട് പ്രൈസ് മാറുമ്പോൾ ഡെൽറ്റ എങ്ങനെ മാറുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ മുന്നിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ കണ്ട ഈ ഒരു കാര്യത്തിനെ ഞാനൊന്ന് വളരെ വിശദമായിട്ട് വലിയൊരു ഗ്രാഫിൽ കാണിക്കുകയാണ്. അതായത് എക്സ് ആക്സിസിൽ അതേ സംഭവം തന്നെയാണ്, സ്പോട്ട് പ്രൈസ് തന്നെയാണുള്ളത്, വൈ ആക്സിസിൽ ഡെൽറ്റയുടെ വാല്യൂ തന്നെയാണുള്ളത്. അപ്പോൾ നമ്മൾ കണ്ടതുപോലെ ഔട്ട് ഓഫ് ദ മണിയുടെ എക്സ്ട്രീം ഡെപ്തിലേക്ക് പോവുകയാണെങ്കിൽ ഡെൽറ്റയുടെ വാല്യൂ 0 ആണ്, ഇൻ ദ മണിയുടെ ഡെപ്തിലേക്ക് പോവുകയാണെങ്കിൽ ഡെൽറ്റയുടെ വാല്യൂ 1 ആണ്. എന്നാൽ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള റീജിയൻ എന്ന് പറയുന്നത് അറ്റ് ദ മണിയുടെ കുറച്ച് ഇപ്പുറവും കുറച്ച് അപ്പുറവും ഉള്ള റീജിയൻ ആണ്. ആ ഒരു കുറച്ച് അപ്പുറവും ഇപ്പുറവും വിട്ടിട്ട് കുറെ കൂടി ഡെപ്തിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ ഇവിടെ വളരെ ചെറിയ ഡെൽറ്റ വാല്യൂ, അല്ലെങ്കിൽ ഇവിടെ വളരെ വലിയ ഡെൽറ്റ വാല്യൂ. ഇവിടെ പിന്നെ ഡെൽറ്റ വാല്യൂക്ക് വലിയ വ്യത്യാസങ്ങൾ ഇല്ലാത്തത് കാണാൻ പറ്റുന്നു. ഡെൽറ്റ വാല്യൂയിലുള്ള വ്യത്യാസങ്ങൾ കാണാൻ പറ്റുന്നത് ഈ ഒരു നടുക്കുള്ള ഈ ഒരു റീജിയനിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റീജിയനെ ടേക്ക് ഓഫ് റീജിയൻ എന്നും ഈ ഒരു റീജിയനെ ആക്സലറേഷൻ റീജിയൻ എന്നും വിളിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഈ ഒരു കർവിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ കർവിനെ 4 റീജിയൻസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു. ആദ്യത്തെ റീജിയൻ എന്ന് പറയുന്നത് സ്പോട്ട് പ്രൈസ് ഡീപ്പ് ഔട്ട് ഓഫ് ദ മണി ആണെങ്കിൽ അവിടെ ഡെൽറ്റയുടെ വാല്യൂ വളരെയധികം കുറവായിരിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചതുപോലെ അവിടെ ഓപ്ഷൻ പ്രീമിയത്തിന്റെ വിലയും വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റേജിനെ പ്രീ ഡെവലപ്മെന്റ് സ്റ്റേജ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ചെയിനിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഈ ഒരു കോൾ ഓപ്ഷന്റെ കേസ് എടുക്കുകയാണെങ്കിൽ പ്രോബബ്ലി ഈ ഒരു റേഞ്ചിനേക്ക് 10,500 11,000 എന്നൊക്കെ പറയുന്നത് ഡീപ്പ് ഔട്ട് ഓഫ് ദ മണിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഓപ്ഷൻ പ്രീമിയം വളരെയധികം കുറവാണ്. കണ്ടോ ഇവിടെ 8 രൂപ 75 പൈസ 10 രൂപയൊക്കെ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടുത്തെ ഡെൽറ്റ എന്ന് പറയുന്നത് 0 ആയിരിക്കും, അല്ലെങ്കിൽ വെരി നിയർ ടു 0 ആയിരിക്കും. അങ്ങനെ ഇത് കുറഞ്ഞ് അറ്റ് ദ മണി സ്ട്രൈക്ക് പ്രൈസിന്റെ അടുത്തേക്ക് വരുമ്പോൾ കണ്ടോ അറ്റ് ദ മണി സ്ട്രൈക്ക് പ്രൈസിന്റെ അടുത്തേക്ക് വരുമ്പോൾ ഈ ഒരു മൂവ്മെന്റ് നടക്കുമ്പോൾ എക്സ്പോണൻഷ്യലി ഡെൽറ്റ കൂടുന്നതും അതുപോലെ തന്നെ അതിന്റെ പ്രീമിയം കൂടുന്നതും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ കണ്ടത് 7 രൂപ 8 രൂപ 10 രൂപ പ്രീമിയത്തിൽ നിന്ന് ഇവിടെ നീങ്ങുന്തോറും ഈ ഒരു പോയിന്റ് ഒക്കെ എത്തുമ്പോഴേക്കും 166 183 211 ഇത്ര വലിയൊരു പ്രീമിയത്തിലേക്കും അതുപോലെ തന്നെ ഡെൽറ്റയും എക്സ്പോണൻഷ്യലി ഗ്രോ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നു. അത് തന്നെയാണ് ഇനിയും അകത്തേക്ക് നീങ്ങുമ്പോൾ ഇൻ ദ മണിയിലേക്ക് നീങ്ങുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ഓപ്ഷൻ പ്രീമിയം കൂടി വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡെൽറ്റയും കൂടി വരുന്നുണ്ട്. എന്നാൽ മുകളിലേക്ക് പോകുമ്പോൾ ഡീപ്പ് ഇൻ ദ മണിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഇവിടെ മുകളിൽ പോയി നമ്മൾ ഡീപ്പ് ഇൻ ദ മണിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അതിനുശേഷം ഡെൽറ്റ അത്ര ശക്തമായിട്ടൊന്നും പിന്നെ ഗ്രോ ചെയ്യില്ല. ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഡെൽറ്റ നിയർലി 1 ആയി കഴിയും. അതിനുശേഷം അത് 1ന്റെ ആ ഒരു റേഞ്ചിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ ഡെൽറ്റയുടെ പല സ്റ്റേജസ് മനസ്സിലാക്കുന്നതിലൂടെ ആക്ച്വലി നമുക്ക് വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ജുഡീഷ്യസ് ആയിട്ടുള്ള ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസസ് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതായത് നിങ്ങൾ തന്നെ പലപ്പോഴും കമന്റിൽ വന്ന് ചോദിക്കുന്ന കാര്യമാണ്. നമ്മൾ കോൾ ഓപ്ഷൻ പഠിച്ച സമയത്ത് പറഞ്ഞിരുന്നു മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു എന്ന എക്സ്പെക്ടേഷൻ ഉള്ളത് കൊണ്ട് നമുക്കൊരു കോൾ ഓപ്ഷൻ വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു പോയിന്റിലാണ് സ്പോട്ട് പ്രൈസ് ഉള്ളത്. അപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ട് 10,000ന്റെ കോൾ ഓപ്ഷൻ വാങ്ങാമെന്ന് ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കും അതിന് അങ്ങനെ ചെയ്യുന്നത് പ്രോബബ്ലി ഒരു 9,400ന്റെ കോൾ ഓപ്ഷൻ വാങ്ങിച്ചുകൂടെ, അത് ഓൾറെഡി പ്രോഫിറ്റിലല്ലേ ഉള്ളത്, അപ്പോൾ അത് വാങ്ങിച്ചുകൂടെ എന്ന് നിങ്ങൾ ചോദിക്കും. അപ്പോൾ അതിനൊരു ഉത്തരം കുറെ കൂടി നല്ല രീതിയിൽ ഇവിടെ എനിക്ക് തരാൻ പറ്റും. അതായത് 10,000 എന്ന് പറയുന്നത് പ്രോബബ്ലി ഈ ഒരു ഗ്രാഫിൽ നോക്കുകയാണെങ്കിൽ ടേക്ക് ഓഫിന്റെ പൊസിഷനിൽ നിൽക്കുന്ന ഒരു ഓപ്ഷൻ കോൺട്രാക്ട് ആണ്. എന്നാൽ 9,400 അല്ലെങ്കിൽ 9,000 എന്നൊക്കെ പറയുന്നത് ഏറെക്കുറെ ഈ ഒരു പോയിന്റിൽ എത്തി നിൽക്കുന്നതാണ്. അതായത് ഇൻ ദ മണിയിൽ നിൽക്കുന്നതാണല്ലോ അത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റിൽ എത്തിയിട്ടുണ്ടാകും, അത് സ്റ്റെബിലൈസേഷനിലേക്ക് എത്തിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ സ്ട്രൈക്ക് ഈ ഒരു സ്കെയിലിൽ എവിടെയാണ് നിൽക്കുന്നത് നോക്കിയിട്ട് അതിന്റെ ഡെൽറ്റ വാല്യൂ എവിടെയാണ് നിൽക്കുന്നത്, ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുറെ കൂടി ജുഡീഷ്യസ് ആയിട്ടുള്ള സ്ട്രൈക്ക് പ്രൈസ് സെലക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് വരാം. അതായത് ഡെൽറ്റ ഹെൽപ്സ് യു സെലക്ട് ദ റൈറ്റ് ഓപ്ഷൻ സ്ട്രൈക്ക് ടു ട്രേഡ്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട സ്റ്റേജ് എന്ന് പറയുന്നത് പ്രീ ഡെവലപ്മെന്റ് സ്റ്റേജ് ആണ്, ശരിയല്ലേ? പ്രീ ഡെവലപ്മെന്റ് സ്റ്റേജ് ആണ്. അവിടെ ശരിക്കും ഓപ്ഷൻസ് ബൈ ചെയ്യുന്നത് കുറച്ച് റിസ്കി ആണ്. കാരണം എന്താണ്? കാരണം അവിടുത്തെ ഡെൽറ്റ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഡെൽറ്റ 0.1 0.05 അല്ലെങ്കിൽ 0 ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അണ്ടർലൈങ് അസറ്റ് എത്രമാത്രം മുകളിലേക്ക് പോവുകയാണെങ്കിലും ആ ഒരു ഓപ്ഷന്റെ പ്രീമിയം വളരെ ചെറിയ രീതിയിൽ മാത്രം മുകളിലേക്ക് പോവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ ലാഭമൊന്നും നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന്
എന്ന് പറയുന്നത് ഇത് ഡീപ്പ് ഔട്ട് ഓഫ് ദ മണിയിൽ ഉള്ളത് കൊണ്ട് ഇതിന്റെ ഓപ്ഷൻ പ്രീമിയം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ക്യാപിറ്റൽ ഇത് വാങ്ങാൻ പറ്റും. പക്ഷെ ഇവിടെ കണ്ടതുപോലെ ഡെൽറ്റ വളരെ ചെറുതായതുകൊണ്ട് ഇതിൽ പെട്ടെന്നുള്ള പ്രൈസ് ചേഞ്ചസ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഒരു ഇമ്പോർട്ടന്റ് കാര്യം നിങ്ങൾ ഇവിടെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക, ഇവിടെ ഓപ്ഷൻ ബൈ ചെയ്യുന്നത് കൊണ്ട് കാര്യമില്ല, എന്നാൽ ഇവിടെ ഓപ്ഷൻ സെല്ല് ചെയ്യുകയാണെങ്കിൽ നല്ല ലാഭം ഉണ്ടാകാൻ സാധ്യതയില്ലേ? അത് നിങ്ങൾ എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്കൂ. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേജ് ആണ്, ടേക്ക് ഓഫ് ആൻഡ് ആക്സലറേഷൻ എന്ന് പറയുന്നത്. അതായത് അറ്റ് ദ മണിയുടെ അടുത്തുള്ള സ്ട്രൈക്ക് പ്രൈസസ് വാങ്ങുകയാണെങ്കിൽ അവിടെ ലാഭമുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ബൈയിങ് ഓപ്ഷൻസ് ഇൻ ദ ടേക്ക് ഓഫ് സ്റ്റേജ് അല്ലെങ്കിൽ ആക്സലറേഷൻ സ്റ്റേജ് tends to give highest percentage return. അതായത് സ്ലൈറ്റ്ലി OTMO അല്ലെങ്കിൽ ATMO അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ITMO ഉള്ള ഓപ്ഷൻസ് വാങ്ങുകയാണെങ്കിൽ അവിടെ നല്ല ലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രീമിയം എന്ന് പറയുന്നത് വളരെ ഹൈ ആകാനൊന്നും സാധ്യതയില്ല. മോഡറേറ്റ് ആയിട്ടുള്ള മാന്യമായിട്ടുള്ള ഒരു പ്രീമിയത്തിൽ നമ്മൾ വാങ്ങാനും പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഡെൽറ്റ എന്ന് പറയുന്നത് നിയർലി ഒരു 0.5 അല്ലെങ്കിൽ 0.4 to 0.6 റേഞ്ചിൽ നമുക്ക് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ അണ്ടർലൈങ് അസറ്റിലുള്ള ചേഞ്ചസ് നമുക്ക് വളരെ നന്നായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നു. അവിടെ തന്നെ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിലുള്ള അതായത് അറ്റ് മണിനേക്കാളും കുറച്ച് മുകളിൽ നിൽക്കുന്ന ഔട്ട് ഓഫ് ദ മണിയിലുള്ള സ്ട്രൈക്ക് പ്രൈസസ് ഒക്കെയാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ അവിടെ ഡെൽറ്റ ടേക്ക് ഓഫ് സ്റ്റേജിലായിരിക്കും നിൽക്കുക. അപ്പോൾ നമ്മുടെ അണ്ടർലൈങ് അസറ്റ് മുകളിലേക്ക് പോകുമെന്നാണല്ലോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അതിശക്തമായിട്ട് എക്സ്പോണൻഷ്യലി ഡെൽറ്റ കൂടും. അപ്പോൾ എക്സ്പോണൻഷ്യലി നമ്മുടെ ലാഭം കൂടാനുള്ള സാധ്യതകളും കൂടും. നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേജിലൊക്കെ ഉള്ളത് വാങ്ങുന്നതിലൂടെ വളരെ നല്ല ബെനിഫിറ്റ്സ് തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഹയസ്റ്റ് റിട്ടേൺ പെർസെന്റേജ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നു. ഇനി നിങ്ങൾ ഡീപ്പ് ഇൻ ദ മണി ഓപ്ഷൻ വാങ്ങുകയാണെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ അത് ഏറെക്കുറെ സേഫ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം ഡീപ്പ് ഇൻ ദ മണിയാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ അവിടെ നമുക്ക് അറിയുന്ന പോലെ ഡെൽറ്റയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ അണ്ടർലൈങ് അസറ്റ് ₹1 മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഓപ്ഷൻ പ്രീമിയം ₹1 മുകളിലേക്ക് പോകും. ₹1 താഴോട്ടാണ് വരുന്നതെങ്കിൽ ഓപ്ഷൻ പ്രീമിയം താഴോട്ട് വരും. അതായത് ഈ ഡീപ്പ് ഇൻ ദ മണി ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ആണ് അണ്ടർലൈങ് അസറ്റിനോട്. അപ്പോൾ അണ്ടർലൈങ് അസറ്റിനെ പറ്റി വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഡയറക്ഷണൽ അണ്ടർസ്റ്റാൻഡിംഗ് നമുക്ക് ഉണ്ട് എങ്കിൽ അങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ്പ് ഇൻ ദ മണി ഓപ്ഷൻ വാങ്ങാൻ പറ്റുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് അതിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഡീപ്പ് ഇൻ ദ മണി ഓപ്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രീമിയം വളരെ 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 ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ ക്യാപിറ്റൽ വരും ഇതിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഇവിടെ 8500 ഒരു സ്ട്രൈക്ക് പ്രൈസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിന്റെ പ്രീമിയം എന്ന് പറയുന്നത് 1311 രൂപയാണ്. കണ്ടോ, വളരെ വലിയ പ്രീമിയം ഇവിടെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയതിലൂടെ കുറച്ചൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. ഈ ഒരു ഗ്രാഫിനെയൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഏത് പോയിന്റിലുള്ള ഓപ്ഷൻ സ്ട്രൈക്ക് വാങ്ങുകയാണെങ്കിൽ ഡെൽറ്റ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ മുന്നിലേക്ക് വരുമ്പോൾ ഡെൽറ്റയുടെ 2 സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സിനെ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൂടി മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെൽറ്റയെ പറ്റി നല്ലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകും. ഇന്നത്തെ വീഡിയോ നമുക്ക് നിർത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ പറയുന്ന ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എന്ന് പറയുന്ന സംഭവം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് പൊസിഷനിൽ നിങ്ങളുടെ കയ്യിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻ ട്രേഡ്സ് ഓപ്പൺ ആണ് എങ്കിൽ ഈ ഓരോ ഓപ്ഷനും എന്തായാലും ഓരോ ഡെൽറ്റ ഉണ്ടാകുമല്ലോ, അതിന്റെ ഇൻഡിവിജ്വൽ ഡെൽറ്റ ഉണ്ടാകുമല്ലോ. ആ ഡെൽറ്റ എല്ലാം ആഡ് ചെയ്തുകൊണ്ട് അതിന്റെ സം എടുത്തുകൊണ്ട് നിങ്ങളുടെ കംപ്ലീറ്റ് പൊസിഷന്റെ ഡെൽറ്റ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതായത് ആ നെറ്റ് ഡെൽറ്റ എന്ന് പറയുന്നത് നിങ്ങളുടെ ടോട്ടൽ പൊസിഷന്റെ ഡെൽറ്റയെ കാണിക്കും. അപ്പോൾ നിങ്ങളുടെ ടോട്ടൽ പൊസിഷന്റെ ഡെൽറ്റ കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും അണ്ടർലൈങ് അസറ്റ് ഒരു പോയിന്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ പൊസിഷൻ എത്ര നീങ്ങും എന്നുള്ള അതിന്റെ മൂവ്മെന്റിനെ പറ്റിയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് നിങ്ങൾക്ക് കിട്ടും. ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാകുന്നതാണ്. അപ്പോൾ ഇവിടെ നിഫ്റ്റിയുടെ എക്സാമ്പിൾ തന്നെയാണ് എടുത്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത് 8125 ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ട്രേഡർ 1-2 ഓപ്ഷൻസ് മാത്രമല്ല വാങ്ങുകയോ വിൽക്കുകയോ ചെയ്ത് മൾട്ടിപ്പിൾ ഓപ്ഷൻസിൽ പൊസിഷൻ എടുത്തിട്ടുണ്ട്. മുന്നിലേക്ക് പോകുമ്പോൾ ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് എല്ലാം നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യവുമാണ്. അതായത് ഒരേ സമയം മൾട്ടിപ്പിൾ ഓപ്ഷനിൽ നമ്മൾ പൊസിഷൻസ് എടുക്കുന്നതിലൂടെ നമുക്ക് ബെറ്റർ പൊസിഷനിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ റിസ്ക് കുറക്കാൻ പറ്റും, നമുക്ക് നമ്മുടെ റിവാർഡ് കൂട്ടാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഈ ഒരാള് ഇയാളുടെ പല രീതിയിലുള്ള സ്റ്റഡീസ് ചെയ്തുകൊണ്ട് മൾട്ടിപ്പിൾ ഓപ്ഷൻ കോൺട്രാക്ട്സ് ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ ഓപ്ഷൻ കോൺട്രാക്ടിനും അതിൻ്റെതായ സ്വന്തമായിട്ടുള്ള ഡെൽറ്റ ഉണ്ട്. അപ്പോൾ ഇവിടെ 8125 ആണ് സ്പോട്ട് പ്രൈസ്. അപ്പോൾ 8000 CE എന്നുള്ളത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്നതാണ്. അതൊരു സ്ലൈറ്റ്ലി ഇൻ ദ മണി ഓപ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഡെൽറ്റ എന്ന് പറയുന്നത് 0.7 ആണ്. എങ്ങനെയാണ് ഈ 0.7 എനിക്ക് കിട്ടിയത്? ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ ഈ കണ്ട ഈ ജനറലൈസ്ഡ് ഡേറ്റ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ അതൊരു സ്ലൈറ്റ്ലി ഇൻ ദ മണി ഓപ്ഷൻ ആയിരുന്നു. അതുകൊണ്ട് 0.7 എന്നുള്ള വാല്യൂ എടുത്തു. അപ്പോൾ 0.7 ആണ് അവിടെ വാല്യൂ ഉള്ളത് ഈ ഒരു കോൺട്രാക്ടിന്റെ ഇൻഡിവിജ്വൽ ഡെൽറ്റ എന്ന് പറയുന്നത്. അതുപോലെ 8300 PE അയാൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതൊരു ഡീപ്പ് ഇൻ ദ മണി ഓപ്ഷൻ ആണ്. അതുകൊണ്ട് അതിന്റെ ഡെൽറ്റ -1 ആണ്. അങ്ങനെ നിങ്ങൾ നോക്കുക
നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ് കോൺട്രാക്ട്സിന് ഡിഫറെന്റ് ഇൻഡിവിജ്വൽ ഡെൽറ്റ ഉണ്ട്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു വരുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഇൻഡിവിജ്വൽ ഡെൽറ്റേനെല്ലാം നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് കണ്ടോ, ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ടോട്ടൽ ഡെൽറ്റ ഓഫ് പൊസിഷൻസ് കിട്ടുന്നു. അപ്പൊ ഇൻഡിവിജ്വൽ ഡെൽറ്റേനെ ആഡ് ചെയ്തുകൊണ്ട് ഇതിന്റെ എല്ലാം സമ്മായ പ്ലസ് 0.25 എന്നുള്ള വാല്യൂ കിട്ടുന്നു. ഇതിനെയാണ് ഈ ടോട്ടൽ പൊസിഷന്റെ ഡെൽറ്റ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ റെലവൻസ് എന്താണ്? ഈ 4 കോൺട്രാക്ട്സ് ഇയാൾ വാങ്ങിച്ചു, 4 ഡിഫറെന്റ് ഡെൽറ്റ ആണുള്ളത്. എന്നാൽ ഇതിന്റെ ടോട്ടൽ സം നെറ്റ് ഡെൽറ്റ എന്ന് പറയുന്നത് പ്ലസ് 0.25 ആണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതിന്റെ അണ്ടർലൈയിങ് അസറ്റായി നിഫ്റ്റി ഒരു പോയിന്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇയാളുടെ ടോട്ടൽ പൊസിഷൻ 0.25 പോയിന്റ്സ് മുകളിലേക്ക് പോകുമെന്നുള്ളതാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ ഡെൽറ്റാസ് ആഡ് ചെയ്യുന്നതിലൂടെ ടോട്ടൽ പൊസിഷന്റെ ഡെൽറ്റ കണ്ടെത്താൻ പറ്റുമെന്നും അതിലൂടെ ടോട്ടൽ പൊസിഷൻ എങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ മുന്നിലേക്ക് പോകുമ്പോൾ ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഡെൽറ്റ ഒരു പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്ന ടൂളായിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു കോൾ ഓപ്ഷൻ ബയർ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഹോപ്പ് എന്ന് പറയുന്നത് എപ്പോഴും സ്പോട്ട് പ്രൈസ് മുകളിലേക്ക് പോകുമെന്നും അങ്ങനെ സ്പോട്ട് പ്രൈസ് മുകളിലേക്ക് പോകുന്നതിലൂടെ അയാൾ ഹോൾഡ് ചെയ്യുന്ന ഓപ്ഷൻ കോൺട്രാക്ട് ഒരു ഔട്ട് ഓഫ് ദ മണി ഓപ്ഷനിൽ നിന്ന് ഒരു ഇൻ ദ മണി ഓപ്ഷനിലേക്ക് മാറുമെന്നും അങ്ങനെ മാറുന്നതിലൂടെ അതിന്റെ ഡെൽറ്റ കൂടുമെന്നും അങ്ങനെ അതിന്റെ പ്രീമിയം കൂടുമെന്നും അങ്ങനെ അയാൾക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്നും ഉള്ളതാണ്. ഒന്നുകൂടി പറയുകയാണ്, ഈ പറഞ്ഞ സംഭവം ഒന്നുകൂടി വ്യക്തമായി നിങ്ങൾക്ക് കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാകും. പറഞ്ഞു വരുന്ന സംഭവം വേറെ ഒന്നുമല്ല, ഇവിടെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ഈ ഒരു പോയിന്റിൽ നിൽക്കുമ്പോൾ ഒരാൾ ഒരു പൊസിഷനിലേക്ക് എൻട്രി ചെയ്തുവെങ്കിൽ അതിനുശേഷം അയാൾ എക്സ്പെക്ട് ചെയ്യുന്നത് അണ്ടർലൈയിങ് അസറ്റിന്റെ പ്രൈസ് കൂടാനാണ്. അണ്ടർലൈയിങ് അസറ്റിന്റെ പ്രൈസ് അതിനുശേഷം കൂടുകയാണെങ്കിൽ അയാൾ ഹോൾഡ് ചെയ്യുന്ന ഓപ്ഷൻ കോൺട്രാക്ട് ഇൻ ദ മണിയിലേക്ക് നീങ്ങും. അങ്ങനെ ഇൻ ദ മണിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ വളരെയധികം ആക്സിലറേറ്റഡ് ആയിട്ട് അയാളുടെ ഡെൽറ്റ വാല്യൂ കൂടും. അങ്ങനെ ഡെൽറ്റ വാല്യൂ കൂടുന്നതിലൂടെ അയാളുടെ ഓപ്ഷൻ പ്രീമിയം കൂടും. അങ്ങനെ ഓപ്ഷൻ പ്രീമിയം കൂടുമ്പോൾ അയാൾക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. ശരിയല്ലേ? അപ്പോൾ എപ്പോഴും ഒരു കോൾ ഓപ്ഷൻ ബയർ എക്സ്പെക്ട് ചെയ്യുന്നത് അതാണ്, സ്പോട്ട് പ്രൈസ് കൂടണമെന്നും അങ്ങനെ അയാളുടെ ഔട്ട് ഓഫ് ദ മണിയിലുള്ള ഓപ്ഷൻ ട്രാൻസിഷനായി ഇൻ ദ മണിയിലേക്ക് എത്തണമെന്ന്. അപ്പൊ ഇവിടെ ഡെൽറ്റയുടെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക് പറയുന്നത് യു ക്യാൻ യൂസ് ഡെൽറ്റ ടു ഗേജ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഓപ്ഷൻ കോൺട്രാക്ട് ടു എക്സ്പയർ ഇൻ ദ മണി. ഒന്നുകൂടി പറയുകയാണ്, ഇവിടെ ഇയാളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇൻ ദ മണിയിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഡെൽറ്റ പറയുന്നത് ഡെൽറ്റ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം നടക്കാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? വെൻ കൺവേർട്ടഡ് ടു പെർസെന്റേജ് ടേംസ് ഡെൽറ്റ ഗിവ്സ് ദ പ്രോബബിലിറ്റി ഓഫ് ദാറ്റ് ഓപ്ഷൻ ടു ട്രാൻസിഷൻ ഇൻ ദ മണി. അതായത് ആദ്യം ഔട്ട് ഓഫ് ദ മണി ഉണ്ടായിരുന്നതിനെ ഇൻ ദ മണിയിലേക്ക് ട്രാൻസിഷൻ ആകാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഡെൽറ്റ സഹായിക്കുന്നു. അത് ഈ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ഈ എക്സാമ്പിൾ പറയുന്നത് ഒരു ഔട്ട് ഓഫ് ദ മണി ഓപ്ഷന്റെ കേസ് എടുക്കുകയാണ്. അവിടെ ഡെൽറ്റ എന്ന് പറയുന്നത് 0.3 ആണ്. അപ്പൊ പ്രോബ്ലി ഇവിടെയുള്ള ഏതൊക്കെ ഒരു പോയിന്റിലാണ് എൻ്റർ ചെയ്തത്, അതുകൊണ്ട് തന്നെ ഡെൽറ്റ 0.3 എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഡെൽറ്റ പറയുന്നത് ഇതിനെ നമ്മൾ പെർസെന്റേജ് ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പെർസെന്റേജ് ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യുക? 0.3 എന്ന് പറയുന്നത് 30% ആണ് ഇൻറ്റു 100 ചെയ്യുമ്പോൾ, ശരിയല്ലേ? അപ്പോൾ ഡെൽറ്റയുടെ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് വെച്ച് പറയുന്നത് ഈ ഒരു കേസിലെ പ്രോബബിലിറ്റി ഫോർ ദിസ് ഓപ്ഷൻ ടു എക്സ്പയർ ഇൻ ദ മണി ഇസ് 30%. ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പക്ഷേ ഇതൊരു ഡെൽറ്റയുടെ ക്യാരക്ടറിസ്റ്റിക് ആണ്. ഡെൽറ്റ പറയുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾ ഒരു അറ്റ് ദ മണിയിലുള്ള കേസിലാണ് വാങ്ങുന്നതെങ്കിലോ അവിടെ ഡെൽറ്റ എന്ന് പറയുന്നത് 0.5 ആണ്. അതിനെ നമ്മൾ പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 50% എന്ന് കിട്ടുന്നു. ഔട്ട് ഓഫ് ദ മണിയിൽ നിന്ന് ഇൻ ദ മണിയിലേക്ക് വരാൻ നമ്മുടെ ലാഭം കൂടാനുള്ള സാധ്യതകൾ 50% ആണ് നമുക്ക് മനസ്സിലാകുന്നു. അപ്പൊ ഇവിടെ ഒരു വളരെ നല്ല ക്യാച്ച് ഉള്ളത്, ഡീപ്പ് ഔട്ട് ഓഫ് ദ മണിയിലേക്കുള്ള കേസ് പറയുകയാണെങ്കിൽ ഡെൽറ്റ 0.1 ആണെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി പറയുകയാണെങ്കിൽ വെറും 10% മാത്രം ചാൻസസ് ഉള്ളൂ അത് ഔട്ട് ഓഫ് ദ മണിയിൽ നിന്ന് ഇൻ ദ മണിയിലേക്ക് വരാനായിട്ട്. അപ്പോൾ ഡീപ്പ് ഔട്ട് ഓഫ് ദ മണിയിലുള്ള ഓപ്ഷൻസ് ഒക്കെ വാങ്ങാതിരിക്കാനായിട്ട് കുറെ കൂടി റീസൺസ് നമുക്ക് കിട്ടുകയാണ്. അപ്പൊ ഈ ഒരു എക്സ്ട്രീം സൈഡ് നമ്മൾ നോക്കിയതുപോലെ ഈ ഒരു എക്സ്ട്രീം സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഓൾറെഡി ഡെൽറ്റ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ അതിന് നമ്മൾ പ്രോബബിലിറ്റിയിലേക്ക് പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 100% എന്നാണ്. അതായത് ഡീപ്പ് ഇൻ ദ മണിയിലുള്ള ഓപ്ഷൻ കോൺട്രാക്ട്സ് എല്ലാം അത് അവിടെ തന്നെ നിൽക്കാനാണ് സാധ്യത, അല്ലാതെ അത് അവിടെ നിന്ന് മാറി ഔട്ട് ഓഫ് ദ മണിയിലേക്ക് ഒന്നും പോകില്ല എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതുകൂടി മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് കൺക്ലൂഷനിലേക്ക് എത്താം. കൺക്ലൂഷനിൽ വേറെ ഒന്നുമല്ല എനിക്ക് പറയാനുള്ളത്. എനിക്കറിയാം ഈ വീഡിയോ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആകാനുള്ള സാധ്യതയുണ്ട്. പറ്റുന്ന പോലെ ഈസിലി ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം, ഇങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളെല്ലാം കുറെ കൂടി ഒരു ലൈവ് ക്ലാസ്സസിൽ അല്ലെങ്കിൽ ലൈവ് ഇന്ററാക്ഷനോട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക്സ് ആണ് ഞാൻ ഇതുവരെ കവർ ചെയ്യാൻ ശ്രമിച്ചത്. ഇവിടെ ആദ്യമായിട്ടാണ് നമ്മൾ കുറച്ചൊന്ന് അഡ്വാൻസ് ലെവലിലേക്ക് പോകാൻ ശ്രമിക്കുന്നത്. എന്റെ ഈ ഒരു ശ്രമം വിജയിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ഇത് ഈസിലി മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളത് ദയവായി നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. ഇനി അത് മനസ്സിലാകുന്നില്ല എങ്കിൽ പ്രോബബ്ലി നമ്മൾ ഇങ്ങനെ റെക്കോർഡഡ് സെഷൻസ് മാറ്റിയിട്ട് ലൈവ്
ലൈവ് സെഷൻസിനെ പറ്റി ആലോചിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ കൺക്ലൂഷനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഓൾറെഡി മറ്റ് സ്ലൈഡ്സിൽ കണ്ടിട്ടുള്ള കാര്യം തന്നെയാണ് ഇവിടെ കാണുന്നത്. ഒരു കാര്യം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഇവിടെ കുറേ കാര്യങ്ങൾ നിങ്ങൾ കണ്ടു, ഓവർവെൽമിംഗ് ആകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇതിൽ മാത്രം തൽക്കാലം ഫോക്കസ് ചെയ്താൽ മതി. അതായത് ഇൻ ദ മണി ഓപ്ഷൻ ആണെങ്കിൽ ഡെൽറ്റ 0.5നും 1നും ഇടയിലാണ് സാധ്യത. അറ്റ് ദ മണി ഓപ്ഷൻ ആണെങ്കിൽ ഡെൽറ്റ 0.5 ആയിരിക്കും. ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻ ആണെങ്കിൽ 0ക്കും 0.5നും ഇടയിൽ ഉണ്ടാകാനാണ് സാധ്യത. അതിനോടൊപ്പം തന്നെ ഡെൽറ്റ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു കർവ് കൂടി മനസ്സിലാകുമ്പോൾ ഏതൊരു പോയിന്റിലുള്ള ഓപ്ഷൻ സ്ട്രൈക്സ് വാങ്ങുന്നതിലൂടെ എന്ത് അഡ്വാൻറ്റേജസ് ഉണ്ട്, എന്ത് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അധികം ടെൻഷൻ അടിക്കാതെ നിങ്ങൾക്ക് മുന്നിലേക്ക് പോകാം. സമയം കഴിയുന്തോറും നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ കാണുമ്പോൾ, വായിക്കുമ്പോൾ, അറിയുമ്പോൾ, നിങ്ങൾ തന്നെ ട്രേഡ് ചെയ്ത് എക്സ്പീരിയൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ കുറെ അധികം ഇൻഫർമേഷനും നോളജും തനിയെ ഡെവലപ്പ് ആയി വരും. അങ്ങനെ അതിനുശേഷം ഈ വീഡിയോ ഒന്നുകൂടി കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിംഗ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ഇവിടെ കൺക്ലൂഷന്റെ ഭാഗമായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഡെൽറ്റ മാത്രം പഠിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു വളരെ ഡിസൈസീവ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. കാരണം ആദ്യം പറഞ്ഞതുപോലെ ഓപ്ഷൻ പ്രീമിയത്തിനെ കൺട്രോൾ ചെയ്യുന്നത് പല ഫാക്ടേഴ്സ് ആണ്. ഈ പല ഫാക്ടേഴ്സും അതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഈ പല ഫാക്ടേഴ്സിന് പരസ്പരവും പല അധികം ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഡെൽറ്റ മാത്രം പഠിച്ചുകൊണ്ട് യാതൊരുവിധ കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുന്നില്ല. മറ്റ് ഗ്രീക്സ് കൂടി പഠിക്കുമ്പോൾ ഒരു വ്യക്തമായ അണ്ടർസ്റ്റാൻഡിംഗിലേക്ക് നമുക്ക് എത്താൻ പറ്റും. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അത് കമന്റ് ചെയ്ത് തന്നെ അറിയിക്കുക. നമുക്ക് അതിനനുസരിച്ചുള്ള പ്ലാനിങ് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോകാൻ പറ്റുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴത്തെ പോലെയും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും കമന്റ് ചെയ്ത് അറിയിക്കുക. മാക്സിമം ആൾക്കാരെ ഇത് പഠിക്കാനായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.